Good morning, everyone. Welcome to Ada 24/7 Malayalam channel. This is Rindu Sebastian. Namaskaram, എല്ലാവർക്കും സ്വാഗതം. Welcome to the Hindu Editorial session of 10th Jan 2022. അപ്പോൾ ഇന്നത്തെ ഹിന്ദു എഡിറ്റോറിയൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ്, അതുപോലെ ആർട്ടിക്കിൾസിലെ വൊക്കാബ്സ്, ഗ്രാമർ സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം, നമസ്കാരം. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ ആർട്ടിക്കിളിൽ വരുന്ന കാര്യങ്ങളൊക്കെ എന്താണ് ഇന്ന് ആർട്ടിക്കിളിൽ വന്നിരിക്കുന്നത് നോക്കാം. അപ്പോൾ സെഷൻ്റെ പ്രത്യേകത എല്ലാ ദിവസവും മോർണിംഗ് 9 AM to 10 AM നമ്മുടെ ക്ലാസ് ഉണ്ടാവും, മൺഡേ ടു ഫ്രൈഡേസിൽ. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകളുടെ പ്രത്യേകത വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ ആർട്ടിക്കിൾ ഏതാണെന്ന് മെൻഷൻ ചെയ്യുന്നു, ഏതൊക്കെ ആർട്ടിക്കിൾസ് എന്നുള്ളത്. എന്നിട്ട് നമ്മൾ ഫ്രേസൽ വേർബ്സ്, ഇഡിയംസ് നോക്കുന്നു, സിനോണിംസ്, ആന്റണിംസ്, അതിനുശേഷം റിലേറ്റഡ് വേർഡ്സ് ഒക്കെ നമ്മൾ നോക്കുന്നു. എന്നിട്ട് നമ്മൾ ആർട്ടിക്കിൾ ഓഫ് ദി ഡേ ഡിസ്കസ് ചെയ്യുന്നു, ഇന്നത്തെ സെലക്ടഡ് ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ സ്പോട്ട് ദയറ ക്വസ്റ്റൻ ഉണ്ട് കഴിഞ്ഞ ദിവസത്തെ, അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. എന്നിട്ട് ഇന്നത്തെ ഹോംവർക്കും തരുന്നു. ദാറ്റ്സ് ഹൗ വി ഡു. അപ്പോൾ ഈ സെഷൻ നിങ്ങൾക്ക് ഒരുപാട് ഗുണമുണ്ടാവും. നിങ്ങളുടെ കോംപ്രിഹെൻഷൻ സ്കിൽസ്, നിങ്ങളുടെ വൊക്കാബ് എൻറിച്ച് ചെയ്യാൻ വേണ്ടി, ഗ്രാമർ സ്ട്രക്ചേഴ്സ് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ നിങ്ങളുടെ സ്പീക്കിംഗ് സ്കിൽസ്, കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ്, റൈറ്റിംഗ് സ്കിൽസിന് വേണ്ടി നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ സെഷനിലൊക്കെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, കണ്ടന്റ് പരമാവധി ബ്രെയിൻ സ്റ്റോം ചെയ്തെടുക്കുക, യൂസ് ചെയ്ത് പഠിച്ചു വെക്കുക, എന്നിട്ട് നോട്ട് ഡൗൺ ചെയ്യുക, പോയിന്റ്സ് ഒക്കെ നോട്ട് ഡൗൺ ചെയ്യുക. പിന്നീട് റൈറ്റിംഗിൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ സെഷൻ വിതൗട്ട് അഡ്യൂ. ഫോർ ദ അഡ്യൂ ലെറ്റ്സ് മൂവ്. സോ നമ്മളെ ഇപ്പോഴത്തെ നമ്മുടെ എല്ലാ പ്രോഡക്റ്റുകൾക്കും, നമ്മുടെ കോഴ്സുകൾക്ക്, ബുക്സിന് എല്ലാം 17% ഡിസ്കൗണ്ട് ഇപ്പോൾ ഉണ്ട്. 17% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് എങ്ങനെ അവൈൽ ചെയ്യാം? എൻ്റെ കോഡ് ഉപയോഗിക്കാം, Y314 എന്ന കോഡ്, Y314 എന്ന കോഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് നമ്മുടെ സൈറ്റിലൂടെ ada247.com എന്ന സൈറ്റിലൂടെ ആകാം, അല്ലെങ്കിൽ ada247 ആപ്പിലും ആകാം കേട്ടോ. അപ്പോൾ നമ്മുടെ കോഴ്സുകളിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ 50 ഡേയ്സിൻ്റെ HCAയുടെ പ്രിപ്പറേഷൻ ബാച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 3-ാം തീയതി സ്റ്റാർട്ട് ചെയ്താണ്, ഒരാഴ്ച ആയിരുന്നു അല്ലേ? അപ്പോൾ ഒരാഴ്ചയായി. അപ്പോൾ 3 ക്ലാസ്സുകളാണുള്ളത്, 1.5 മണിക്കൂറിന് 3 സെഷൻസ്, 5 മണിക്കൂറോളം ക്ലാസ് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യും ഒരുമിച്ച്. അങ്ങനെയാണ് ക്ലാസ് പോകുന്നത്. കൂടാതെ റെയിൽവേ റിക്രൂട്ട്മെന്റ് കോർപ്പറേഷൻ്റെ RRCയുടെ ഗ്രൂപ്പ് ഡി എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി ക്രാഷ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. 31-ാം തീയതി ആരംഭിച്ചാണ്, ഡിസംബർ 31-ന് ആരംഭിച്ചതാണ്. 3 ക്ലാസ്സുകൾ ഇതുപോലെ തന്നെ 1.5 മണിക്കൂറിൻ്റെ ക്ലാസ്സുകളാണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യം ഇനിയും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം കേട്ടോ. അതുകൂടാതെ നമ്മുടെ ഹൈക്കോടതി അസിസ്റ്റന്റ് ഡിസ്ക്രിപ്റ്റീവിന് വേണ്ടിയിട്ട്, നിങ്ങൾക്കറിയാം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഡിസ്ക്രിപ്റ്റീവ് എക്സാം എന്ന്. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന് വേണ്ടി നമ്മളൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എക്സ്ക്ലൂസീവ് കോഴ്സാണ്. സ്റ്റാർട്ട് ചെയ്യുന്നു Jan 14-ാം തീയതി. അപ്പോൾ ഈ വരുന്ന 14-ാം തീയതി വരുന്ന വെള്ളിയാഴ്ച നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു പ്രത്യേകത നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്നു. 10 ദിവസം കൊണ്ട് 20 മണിക്കൂർ കൊണ്ട് നമ്മൾ സെഷൻസ് എടുക്കുവാണ്. ഞാൻ റീമാ മിസ്സും കൂടിയാണ് കൈകാര്യം ചെയ്യുന്നത്. കൂടാതെ ഇൻഡിവിജ്വൽ അസസ്മെൻറ്റ്സും അവൈലബിൾ ആണ് 1500 രൂപയ്ക്കുള്ളിൽ. ഓക്കെ, അതല്ല അസസ്മെൻറ്റ് വേണമെങ്കിൽ അല്ലാതെ ഒരു പാക്കേജ് ഉണ്ട്, അസസ്മെൻറ്റ് ഇല്ലാതെ നിങ്ങൾക്ക് എടുക്കാം 1000 രൂപയ്ക്ക് താഴെ കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. 10th ലെവൽ പ്രിലിംസിൻ്റെ VFA, ബെവറേജ് LD, മുനിസിപ്പൽ കോമൺസ് LDയുടെ ഒക്കെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. മെയ് മാസം എക്സാം പ്രതീക്ഷിക്കുന്ന ഈ എക്സാംസിന് വേണ്ടിയിട്ട്, 10ാം ക്ലാസ് യോഗ്യതയുള്ള ഈ എക്സാംസിന് വേണ്ടിയിട്ടുള്ള കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്നൊരു മാരത്തൺ നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ ഇന്ന് ആരംഭിക്കുന്നു. ജോയിൻ ചെയ്യാൻ ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് എ കോട്ട്. ഇന്നത്തെ കോട്ട് ഇതാണ്: നോ വൺ സേവ്സ് അസ് ബട്ട് ourselves. No one can and no one may. We ourselves must walk the path. അപ്പോൾ നോക്കുക, ഗൗതമ ബുദ്ധൻ പറഞ്ഞ കാര്യമാണ്, നമ്മളെ രക്ഷിക്കാൻ നമുക്കേ പറ്റത്തുള്ളൂ, വേറെ ആർക്കും പറ്റത്തില്ല അല്ലേ? വേറെ ആർക്കും പറ്റത്തില്ല. ഒരാളും സഹായിക്കാൻ അല്ലെങ്കിൽ ഒരാൾ നമ്മളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കണമെന്നില്ല, ഒരു ഇതുമില്ല, അവർക്ക് സാധിക്കണമെന്നുമില്ല. അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിലെ ഓരോ സ്റ്റെപ്സും നമ്മൾ തന്നെ എടുത്തു വെക്കേണ്ടതാണ്. വേറൊരാൾ വന്നിട്ട് നമ്മളോട് എടുത്തു വെക്കാൻ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ? ഒരാൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും, ബട്ട് നോബഡി ക്യാൻ സേവ് അസ്. അതാണ് പ്രത്യേകത. സോ റിമെമ്പർ ദാറ്റ്, ഓർക്കുക, ഓരോ സ്റ്റെപ്പും എടുത്തു വെക്കുക. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദാറ്റ്. അപ്പോൾ താമസിപ്പിക്കുന്നില്ല, തുടങ്ങാം. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ ആർട്ടിക്കിൾ, 2 ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. ഒന്ന്, ഈ വരുന്ന ഒമിക്രോൺ കേസുകളുടെ റൈസ് കാരണം, കൂടുതൽ കേസുകൾ കാരണം വരാൻ പോകുന്ന നമ്മുടെ ഇക്കണോമിയുടെ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും, ഇക്കണോമി എത്രത്തോളം ഇത് അഫക്റ്റ് ചെയ്യും എന്നുള്ളൊരു ഇക്കണോമിക്കൽ പെർസ്പെക്റ്റീവിലുള്ള ഒരു ആർട്ടിക്കിളുണ്ട് ഇന്ന്. രണ്ടാമത്തെ ആർട്ടിക്കിൾ എന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു, നമ്മുടെ എഡ്യൂക്കേഷന് വേണ്ടി, ജോബിന് വേണ്ടിയിട്ടുള്ള കോട്ട, EWS കോട്ട, അല്ലെങ്കിൽ നമുക്കറിയാം. അതിനുശേഷം അതുപോലെ നമ്മൾ ഡിസ്കസ് ചെയ്താണ് OBC കോട്ടയും തമ്മിലുള്ള ആ സെയിം 8 lakh rupees സെയിം വേരിയേഷനെ പറ്റി പറഞ്ഞല്ലോ. അതിന് ഡിസിഷൻ മേക്കിങ്ങിനെ പറ്റിയാണ് സുപ്രീം കോർട്ടിൽ നിന്ന് ഡിസ്കസ് ചെയ്തതിനെ പറ്റി നമ്മൾ നോക്കുകയാണ്. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദാറ്റ്. അപ്പോൾ ഇന്നത്തെ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ആദ്യം നോക്കാം. ആദ്യത്തെ ഇഡിയം ഇതാണ്: പുട്ട് സംതിങ് ഓൺ ഹോൾഡ്.
ആദ്യം ഓർക്കുക, പുട്ട് സംതിങ് ഓൺ ഹോൾഡ് എന്ന് പറഞ്ഞാൽ ടെലിഫോൺ വൊക്കാബുലറിയിൽ പുട്ട് ഹോൾഡ് എന്ന് വെച്ചാൽ പുട്ട് ഓൺ ഹോൾഡ് എന്ന് പറഞ്ഞ അർത്ഥം കുറച്ച് നേരത്തേക്ക് ഫോൺ എന്താ ഹോൾഡ് ചെയ്യാണ്. ഒരാൾ വരുന്നവരെ വെയിറ്റ് ചെയ്യാന്നൊരു അർത്ഥമുണ്ട്, വെയിറ്റ് ചെയ്യാന്നൊരു അർത്ഥമുണ്ട് പുട്ട് സംതിങ് ഓൺ ഹോൾഡ് എന്നുള്ളത്. പക്ഷേ അത് തന്നെയാണ് പുട്ട് സംതിങ് ഓൺ ഹോൾഡ് എന്ന് അല്ലാതെ നമ്മൾ പറയും, ടെലിഫോൺ വൊക്കാബ് അല്ലെങ്കിലും നമ്മളൊരു കാര്യം ചെയ്യാണ്, വി ഡിസൈഡ് നോട്ട് ടു ഡു, ഓക്കെ ഇന്ന് ചെയ്യുന്നില്ല, ഇത് ചെയ്യുന്നില്ല നമ്മളിപ്പോൾ, ലെറ്റ്സ് ചേഞ്ച് ഇറ്റ് എന്നൊരു അർത്ഥം ഉണ്ടെങ്കിൽ യു ക്യാൻ സേ പുട്ട് സംതിങ് ഓൺ ഹോൾഡ്. ഒരു കാര്യം ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചു, വി ആർ ഗോയിങ് അബൌട്ട് ടു ഡു ഇറ്റ് അല്ലെങ്കിൽ വി ആർ ഗോയിങ് ടു ഡു ഇറ്റ്, ആ സമയത്ത് വി ഡിസൈഡഡ് നോട്ട് ടു ഡു ഇറ്റ്, വേണ്ട ചെയ്യണ്ട എന്ന് വിചാരിക്കുകയാണെങ്കിൽ യു ആർ പുട്ടിങ് സംതിങ് ഓൺ ഹോൾഡ്, യു ആർ പുട്ടിങ് ദ ഡിസിഷൻ ഓൺ ഹോൾഡ്, യു ആർ പുട്ടിങ് ദി admission on hold, you're putting the criteria on the hold, അങ്ങനെ എന്തു ആയിക്കോട്ടെ, എന്തൊക്കെയാണോ അത് സെഷൻ ഓൺ ഹോൾഡ് എന്ന് പറയാം. അതിനെയാണ് പുട്ട് സംതിങ് ഓൺ ഹോൾഡ് എന്ന് പറയാം. ഇപ്പോൾ വേണ്ട പിന്നീടാവട്ടെ എന്ന് വെച്ചിരിക്കുന്നത് മാറ്റി വെക്കുന്ന അവസ്ഥ. സോ ചേഞ്ച് എന്നൊരു അർത്ഥവും അതിനുണ്ട്. അടുത്തൊരർത്ഥമുണ്ട് വെയിൻ. ഇൻ വെയിൻ, സോറി, വെറുതെ വെയിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ അഡ്ജക്റ്റീവ്, ബട്ട് ഇൻ വെയിൻ എന്ന് പറയുന്ന ഒരു ഫ്രേസ് ആണ്. അതിൻ്റെ അർത്ഥം ഇതാണ്, വിതൗട്ട് സക്സസ് ഓർ റിസൾട്ട്. അതായത് ഒട്ടും സക്സസ് ഒന്നും ഇല്ല, വെറുതെ ആയിപ്പോയി, റിസൾട്ട് ഒന്നും വരുന്നില്ലെങ്കിൽ your work is in vain, your efforts are in vain എന്നൊക്കെ നമ്മൾ പറയും. അതാണ് ഇൻ വെയിൻ എന്ന വാക്കിൻ്റെ അർത്ഥം. നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു, ഫ്യൂട്ടൈൽ എന്നൊക്കെ ഒരു അർത്ഥമുണ്ട് വെയിന്. അപ്പോൾ ഇവിടെ ഈ മറ്റേ വെയിൻ ഓർക്കനെ VEIN വെയിൻ എന്ന് പറയില്ല, നമ്മൾ ഞരമ്പ് എന്നൊക്കെ പറയില്ലേ, ആ വെയിൻ അല്ല ഇത്, VAIN വെയിൻ ആണ് കേട്ടോ, ഓർത്ത് വെച്ചോളാം. സോ ദാറ്റ്സ് ഇറ്റ്, ഇൻ വെയിൻ എന്നുള്ള യൂസേജ് നോക്കാം. ഓക്കെ, CDS വേണ്ടിയിട്ട് നമ്മൾ അതിന് പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ ലാവണ്യ, അത് പറഞ്ഞല്ലോ, അത് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, നമ്മൾ ഓൾറെഡി അത് അറിയിച്ചിരുന്നു, നമ്മളത് കഴിഞ്ഞിട്ട് അറിയിക്കാം കേട്ടോ എങ്ങനെയാണ് തുടങ്ങുന്നത് എന്നുള്ള കാര്യം. ഓക്കെ, ക്ലിയർ. മൂവിങ് ഓൺ, അടുത്ത് നോക്കാം. ടേക്ക് ഇൻ ടു അക്കൗണ്ട്. ടേക്ക് ഇൻ ടു അക്കൗണ്ട്, കൺസിഡർ സംതിങ് വെൻ മേക്കിംഗ് എ ഡെസിഷൻ. ഒരു കാര്യം ടേക്ക് ഇൻ ടു അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ടേക്ക് സംതിങ് ഇൻ ടു അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു കാര്യം നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിന് മുമ്പ്, തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നമ്മൾ അതിനെ പരിഗണിക്കുന്നതിനെ പറയും ടേക്ക് സംതിങ് ഇൻ ടു അക്കൗണ്ട് കേട്ടോ. ടേക്ക് ഇൻ ടു അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ പരിഗണിക്കുക. കൺസിഡർ സംതിങ് വെൻ മേക്കിംഗ് എ ഡിസിഷൻ, അതിനാണ് ടേക്ക് ഇൻ ടു അക്കൗണ്ട് എന്ന് പറയാം. ഓക്കെ, അടുത്ത വാക്ക് നോക്കിയാൽ സ്പെൽ ഔട്ട്. നിങ്ങൾക്കറിയാം സ്പെൽ ഔട്ട് എന്നാണ്. സ്പെൽ ചെയ്യുക, സ്പെൽ ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയിട്ടൊരു വാക്ക് പ്രൊനൗൺസ് ചെയ്യുന്നതിനാണ്, ഒരു വാക്ക് ഉച്ചരിക്കുന്നതിനെയാണ് സ്പെൽ ഔട്ട് എന്ന് പറയാം അല്ലേ. അപ്പം സ്പെല്ലിങ് പറയുന്നതിന് സ്പെൽ ഔട്ട് എന്ന് പറയും. അല്ലാതെ സ്പെൽ ഔട്ട് എന്ന് പറഞ്ഞാൽ ടു മേക്ക് ക്ലിയർ ഓർ ഡിസ്റ്റിങ്ക്റ്റ്, അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ് ആക്കുക, വളരെ ക്ലിയർ ആക്കുക, ഓർ എക്സ്പ്ലിസിറ്റ്, അതിനെ നമ്മൾ പറയും സ്പെൽ ഔട്ട് എന്ന് പറയും. ഓക്കെ, ഓർത്ത് വെച്ചോളൂ കേട്ടോ, ഓർത്ത് വെക്കണേ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ? ഡോണ്ട് ലോയിറ്റർ ഇൻ ദ സ്ട്രീറ്റ് ആണ്. ലോയിറ്റർ എന്ന് പറഞ്ഞാൽ വേസ്റ്റ് വിതറുക എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ ലോയിറ്റർ ഇൻ ദ സ്ട്രീറ്റ് ആണ്, അബൌട്ട് എന്ന് പറയില്ല കേട്ടോ. സ്ട്രീറ്റിൽ ലോയിറ്റർ ചെയ്യരുത്. ഓക്കെ, അടുത്ത ചെയ്യാം. ടേക്ക് അപ്പ്, അടുത്ത വാക്ക് ടേക്ക് അപ്പ്. ടേക്കപ്പ് എന്ന വാക്കിനർത്ഥം ബിക്കം ഇൻട്രസ്റ്റഡ് ഓർ എൻഗേജ്ഡ് ഇൻ എ പെർസ്യൂട്ട്. ഒരു കാര്യം നമ്മൾ ചെയ്യാനായിട്ട് നമ്മൾ ഏറ്റെടുക്കുകയാണ് ഒരു കാര്യം, ബിക്കോസ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ, എങ്കിൽ അതിന് പറയാം ടേക്കപ്പ് എന്ന് പറയാം. ബിക്കം ഇൻട്രസ്റ്റഡ്, ടേക്കപ്പ് എ ജോബ് എന്നൊക്കെ പറയില്ലേ, ഒരു കാര്യം ചെയ്യാൻ നമ്മൾ തുടങ്ങി, സ്റ്റാർട്ട് ചെയ്തു, അതിന് ടേക്കപ്പ് എന്ന് പറയും. ജോലി ചെയ്യാൻ തുടങ്ങി, ഹി ടുക്ക് അപ്പ് ദ ജോബ് എന്ന് പറഞ്ഞാൽ താല്പര്യത്തോടെ ഒരു ജോലി ഏറ്റെടുത്തു, അങ്ങനെ അർത്ഥമുണ്ട്. അല്ലാതെ ടേക്കപ്പിന്റെ അർത്ഥം എന്നാ? ടു ബിക്കം ഇൻട്രസ്റ്റഡ് ഓർ എൻഗേജ്ഡ് ഇൻ എ പെർസ്യൂട്ട്. ഒരു പെർസ്യൂട്ട്, ഒരു പ്രത്യേക ഒരു കാര്യത്തോട് നമുക്ക് താല്പര്യമുണ്ട്, അതിൽ നമ്മൾ ഇൻട്രസ്റ്റഡ് ആണ്, അതിൽ ഇൻട്രസ്റ്റഡ് ആകുന്നു, അതുപോലെ അതിൽ എൻഗേജ്ഡ് ആകുന്നു, അതിനെ ടേക്കപ്പ് എന്ന് പറയാം. ഓക്കെ, ഐ ഗെസ് ദാറ്റ് ഇസ് ക്ലിയർ. Work hard, otherwise the time you put in shall be in vain. Okay, great. I decided to visit my cousin, but later I put my decision on hold due to rising Omicron cases prevailing in my locality. All right. Judge puts the verdict on hold in the wake of insufficient evidence with respect to the case. Okay. Spell out there is no problem when you go there. Okay. Move around a little. Sorry. Oh, sorry. ലോയിറ്റർ, ഞാൻ ലിറ്റർ എന്നുള്ള വാക്കാണ് ശ്രദ്ധിച്ചത്. ഓക്കെ ഓക്കെ സിജിസ്, ലെറ്റ് മീ സി. ഓക്കെ ലോയിറ്റർ ആണല്ലോ അല്ലേ. സോറി, ലോയിറ്റർ എന്ന് പറയുമ്പം അബൌട്ട് ആണ് വരിക. ലോയിറ്റർ അബൌട്ട് ആയിരിക്കും വരേണ്ടത്. അതെ, റോം അറൗണ്ട് അല്ലേ, അപ്പോൾ അബൌട്ട് ആണ് വരേണ്ടത്. ഓക്കെ, ഞാൻ പെട്ടെന്ന് എൻ്റെ ഇത് സെൻസ് അടിച്ചു പോയി. ഓക്കെ, സോറി.
ഓക്കെ. പക്ഷേ ലോയിറ്റർ ഇന്നുള്ള യൂസേജും കണ്ടിട്ടുണ്ട് കേട്ടോ. ലോയിറ്റർ അബൌട്ട് വരാം, പക്ഷെ ലോയിറ്റർ ഇന്നെന്നും പറയാറുണ്ട്. നമുക്ക് അതിൻ്റെ യൂസേജ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഞാൻ കറക്റ്റ് ഒന്ന് ചെക്ക് ചെയ്തോട്ടെ കേട്ടോ. ലോയിറ്റർ എന്ന യൂസേജ് ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാനൊന്ന് റൗണ്ട് എന്ന് തന്നെയാണ് അർത്ഥം. ലോയിറ്റർ എന്ന് പറയുമ്പോൾ മീനിങ് അത് തന്നെയാണ്. പക്ഷേ അതിൻ്റെ ലോയിറ്റർ വരുമ്പോൾ അതിൻ്റെ കൂടെ അബൌട്ടാണ് വരുന്നത്, അല്ല ഇന്നാണ് വരുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്നാലും ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അടുത്തത്. ഹായ് ഹസീന, it's high time to put everything on hold for coming 45 days, otherwise your efforts will go in vain. Okay, in vain I have struggled, said Darcy to Elizabeth Bennet. Okay, good morning Gina. If they put the exams on hold, our efforts will be in vain. Okay, great, that's great. Okay, അതെ, ഇന്ന് അടിച്ചു പോയി കംപ്ലീറ്റ്ലി. സിസ്റ്റം ഔട്ട് കംപ്ലീറ്റ്ലി, എഞ്ചിൻ ഔട്ട് കംപ്ലീറ്റ്ലി. അതാണ്. മൈ ഫ്രണ്ട്സ് ആൻഡ് ഐ പുട്ട് അവർ റിയൂണിയൻ പ്ലാൻ ഓൺ ഹോൾഡ് ഡ്യൂ ടു ദ റൈസിംഗ് ഒമിക്രോൺ കേസ്. ഓക്കെ, ഒമിക്രോൺ കേസസ്, ലാവണ്യ, കേസസ് കൂടി വരുന്നു എന്ന് കൊടുക്കുക. കേസസിന് കൊടുക്കുക കേട്ടോ. ഒരു കേസ് ഇതല്ലല്ലോ, കേസസ് കൂടി വരുന്നു. ദാറ്റ്സ് ഇറ്റ്. ഇറ്റ്സ് ബെറ്റർ ടു ഹോൾഡ് ഓൺ അറ്റൻഡിങ് festivals as the threshold of Omicron is increasing day by day. Okay, due to lack of time, I put my exercise on hold. All right. Many retired people take up gardening as a hobby. All right. അടുത്ത് നോക്കിയേ, മേക്കപ്പ് എന്ന വാക്ക് നിങ്ങൾക്ക് അറിയാം. മേക്കപ്പ് ചെയ്യുക എന്നുള്ളൊരു വാക്കൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ? അപ്പം മേക്കപ്പ് എന്ന ഫ്രേസൽ വേർബിന്റെ മീനിങ് ഇതാണ്: ഇൻവെന്റ് ഓർ ഫാബ്രിക്കേറ്റ്. മേക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ് മേക്ക് അപ്പ് എന്ന് പറയുമ്പോൾ അത് ഇൻവെന്റ് ചെയ്യുക എന്നൊരു അർത്ഥമുണ്ട്. ഫാബ്രിക്കേറ്റ് ചെയ്യുക. മേക്കപ്പ് എ സ്റ്റോറി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു സ്റ്റോറി വളച്ചൊടിച്ചെടുക്കുക, ഫാബ്രിക്കേറ്റ് ചെയ്യുക, അങ്ങനെ അർത്ഥമുണ്ട്. അല്ലാതെ മേക്കപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്രൈസ് ചെയ്യുക. ഇന്നത് എന്താണ്, ഇന്ന കാര്യം മേക്സ് അപ്പ് ദി സൊസൈറ്റി, അല്ലെങ്കിൽ വിമൻ മേക്സ് അപ്പ് 30% ഓഫ് സീറ്റ്സ്, കംപ്രൈസസ് 30% ഓഫ് റിസർവേഷൻ ഇൻ സീറ്റ്സ് എന്നൊക്കെ പറയില്ലേ, ആ സംഭവം. അപ്പോൾ കംപ്രൈസ് ചെയ്യുക എന്നൊരർത്ഥമുണ്ട്. അതുപോലെ തന്നെ മേക്കപ്പിന് ഇൻവെന്റ് അല്ലെങ്കിൽ ഫാബ്രിക്കേറ്റ് എന്നൊരർത്ഥം ഉണ്ട്. ഓർത്ത് വെച്ചോളൂ കേട്ടോ, 2 എണ്ണം ഉണ്ട് കേട്ടോ. ആഫ്റ്റർ കണ്ടിന്യൂസ് റിജക്ഷൻ ഓഫ് അപ്രൂവൽ ഷീ ആസ്ക്ഡ് ദി സീനിയർ ഒഫീഷ്യൽസ് ടു ടേക്ക് ഇൻ ടു അക്കൗണ്ട് കേസ്. അങ്ങനെയല്ല ആജ്ഞ, ഒന്ന് തിരിച്ചെഴുതാം. ആഫ്റ്റർ കണ്ടിന്യൂസ് റിജക്ഷൻ ഓഫ് ഹർ അപ്രൂവൽ ഷീ ആസ്ക്ഡ് ദി സീനിയർ ഒഫീഷ്യൽസ് ടു ടേക്ക് ഹർ കേസ് ഇൻ ടു അക്കൗണ്ട്. അത് ടേക്ക് എന്താണ്, എന്ത് വേർബാണ്? ട്രാൻസിറ്റീവ് വേർബ് അല്ലേ? അപ്പോൾ അതിന് അടുത്ത് തന്നെ ഇത് കൊടുക്കുക, ടേക്ക് സംതിങ് ഇൻ ടു അക്കൗണ്ട് വരിക. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒബ്ജക്റ്റ് കൊടുക്കുക കേട്ടോ. ഷീ ഡിസൈഡഡ് ടു പുട്ട് ഹർ പ്രാക്ടീസസ് ഓൺ ഹോൾഡ്. ഓക്കെ, സ്റ്റഡിങ് ദി സ്പെല്ലിംഗ് മാറിപ്പോയല്ലോ. ഫോർ ആൻ എക്സാം വിതൗട്ട് അണ്ടർസ്റ്റാൻഡിങ് ദി syllabus may go in vain. Okay Jija, അത് ശ്രദ്ധിക്കണം. Several mega projects around the world went in vain due to penurious execution plan. All right. So ഇതാണ് ഓർത്തു വെക്കേണ്ട ഇന്നത്തെ idioms and phrases. Put something on hold, in vain, take into account, spell out, take up, make up. Let's move to today's synonyms, antonyms and related words. ആദ്യത്തെ വേർഡ് ഇതാണ്, commencement. കമൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ. കമൻസ് ഇസ് എ വേർബ്. കമൻസ് ചെയ്യുക ഇസ് എ വേർബ്. ബിഗിൻ ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. കമൻസ്. ദ പ്രോഗ്രാം വിൽ ബി കമൻസ് സൂൺ. ഉടനെ തന്നെ ആരംഭിക്കുകയാണ്. പ്രോഗ്രാം ഇതാ ഉടനെ ആരംഭിക്കുന്നു. കമൻസ്. അപ്പോൾ കമൻസ്മെന്റ് എന്ന് പറയുമ്പോൾ അതിന്റെ നൗൺ ഫോർമുലേഷൻ ആണ് ബിഗിനിങ്, സ്റ്റാർട്ടിങ്, ഓപ്പണിങ് എന്നൊക്കെ. ഇനിസിയേഷൻ എന്നൊക്കെ പറയും കേട്ടോ. ഇനിസിയേഷൻ, ഓൺസെറ്റ്, ഓൺസെറ്റ്, ഔട്ട്സെറ്റ് എന്നൊക്കെ അർത്ഥമുണ്ട് അതിന്. ആരംഭം, ഓൺസെറ്റ്, ഔട്ട്സെറ്റ് പറയില്ല. ഓൺസെറ്റ് ഓഫ് മൺസൂൺ, ഓൺസെറ്റ് ഓഫ് വിന്റർ, ഓൺസെറ്റ് ഓഫ് സമ്മർ, തുടക്കം എന്ന് പറയില്ലേ. സോ അതാണ് ബിഗിനിങ്, സ്റ്റാർട്ട്, ഓപ്പണിംഗ്, ഓൺസെറ്റ്, ഔട്ട്സെറ്റ്, ഇനിസിയേഷൻ. അപ്പോൾ കമൻസിന്റെ അർത്ഥം സ്റ്റാർട്ട് ചെയ്യുക, ബിഗിൻ ചെയ്യുക, ഇനിഷ്യേറ്റ് ചെയ്യുക എന്നൊക്കെ അർത്ഥമുണ്ട്, ആരംഭിക്കുക. ഓക്കെ, അടുത്ത വാക്കാണ് അഡ്യൂസ്. അഡ്യൂസ് എന്ന വാക്ക് വേർബാണ്. ഒരുപാട് തവണ ഞാൻ സിനോണിം ആയിട്ട് എന്ന മീനിങ് ആയിട്ട് പറഞ്ഞിട്ടുള്ള വാക്കാണ് ഇത്. നമ്മൾ സൈറ്റ് എന്ന വേർബ് പറയുമ്പോൾ പറയില്ലേ അഡ്യൂസ് എന്ന്, അതിന്റെ അർത്ഥമാണ് അഡ്യൂസ് മീൻസ് സൈറ്റ് ചെയ്യുക, ഓർ കോട്ട് ചെയ്യുക, ഓർ നെയിം, മെൻഷൻ ഓർ സ്പെസിഫൈ. അഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സൈറ്റ് ചെയ്യുക, കോട്ട് ചെയ്യുക, നെയിം ചെയ്യുക, മെൻഷൻ ചെയ്യുക, ഓർ സ്പെസിഫൈ ചെയ്യുക. സോ റിമെമ്പർ ദാറ്റ്. ഓൾ റൈറ്റ്. ഓക്കെ, ഫൈൻ. ആഫ്റ്റർ കണ്ടിന്യൂസ് റിജക്ഷൻ ഓഫ് അപ്രൂവൽ ഷീ ആസ്ക്ഡ് ഒഫീഷ്യൽ, അത് പറഞ്ഞു. പിന്നെ പറഞ്ഞു അല്ലേ, സെവറൽ മെഗാ പ്രോജക്ട്സ് പറഞ്ഞു. ലിറ്റർ എന്നല്ല ഫസ്റ്റ് വിചാരിച്ചേ, ഞാനത് വായിച്ചത് അങ്ങനെയായി. ഇപ്പം എന്താണെന്ന് എനിക്കറിയില്ല, ഉറക്കത്തിൻ്റെ പ്രശ്നമാണ് തോന്നുന്നത്. ഓക്കെ,
Counting of serves is in vain. Okay. തിരകൾ എണ്ണത് അല്ലേ? Great. Make up your mind after thinking it over carefully. All right. The teacher spelled out the problem to the students to make the point clear to them. Okay. Right. Make up a plan for my new home. Okay. Government should take into account the rehabilitation of the people before acquiring the land for Silver Line project. All right. Great. Yes. അടുത്ത നോക്കിയേ, ഡിപ്ലോയ്മെൻറ്റ്. ഡിപ്ലോയ് ചെയ്യാന്ന് പറഞ്ഞ അർത്ഥം തന്നെ, ഈ ഡിപ്ലോയ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത് നമ്മുടെ എന്താണ് ആർമി ഒഫീഷ്യൽസിനെ നമ്മൾ ഓരോ ഏരിയയിലേക്ക് അലൊക്കേറ്റ് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അതിനെയാണ് ഡിപ്ലോയ് എന്ന് പറയാം. പക്ക അത് ആർമി ഒഫീഷ്യൽസിന് റിലേറ്റഡ് വേർഡാണ്. അതേപോലെ ഡിപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞ വാക്ക് അതിൻ്റെ ഡിപ്ലോയിഡ് നൗണാണ്, നൗൺ ഫോർമുലേഷനാണ് ഡിപ്ലോയ്മെന്റ്. ഈ കമൻസ്മെന്റ് പോലെ ഡിപ്ലോയ്മെന്റ്, കമൻസ്മെന്റ് പോലെ അത്. അപ്പോൾ ഇതിൽ അറേഞ്ച്മെന്റ് അല്ലേ, MENT വാക്കുകളെല്ലാം നൗൺസ് ആണ്. സോ ഡിപ്ലോയ്മെന്റ് എന്ന വാക്കിനർത്ഥം അറേഞ്ച് ചെയ്യുക എന്നല്ലേ. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അറേഞ്ച്മെന്റ്, ക്ലാസിഫിക്കേഷൻ, ഡിസ്പോസൽ, ഡിസ്ട്രിബ്യൂഷൻ എന്നൊക്കെയാണ് അർത്ഥം. ഡിപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെന്റ്, ഡിസ്ട്രിബ്യൂഷൻ, ക്ലാസിഫിക്കേഷൻ, ഡിസ്പോസൽ എന്നൊക്കെയാണ്. ഓക്കെ. അടുത്ത വാക്ക് റാഷണൽ. റാഷണൽ എന്ന വാക്കിൻ്റെ അർത്ഥം റീസണിങ്, ചിന്താഗതി, ചിന്ത, തിങ്കിങ്, ലോജിക്, സെൻസ് അല്ലേ. വാട്ട് ഈസ് എ റാഷണൽ ബിഹൈൻഡ് ദിസ് ഡിസിഷൻ? എന്ത് കാരണം, എന്ത് ലോജിക്കായി ഡിസിഷൻ മേക്കിങ്ങിലുള്ളത് എന്ന് ചോദിക്കില്ലേ. സോ ദാറ്റ്സ് ഇറ്റ്. റീസണിങ്, തിങ്കിങ്, ലോജിക് ഓർ സെൻസ്, അതാണ് റാഷണൽ എന്ന വാക്കിൻ്റെ അർത്ഥം. അടുത്തത് റീറ്റെയിൻ ചെയ്യുക. ഒരുപാട് തവണ നമ്മൾ ഡിസ്കസ് ചെയ്ത വാക്കാണ്. റീറ്റെയിൻ മീൻസ് കീപ്, മെയിൻറ്റെയിൻ, ഹോൾഡ് ഓൺ ടു, ഹോൾഡ് എല്ലാം ഉണ്ട്, ഹോൾഡ് ഓൺ ടു, മെയിൻറ്റെയിൻ, കണ്ടിന്യൂ. അതിനെയാണ് നമ്മുടെ എന്ത് പറയുക, റീറ്റെയിൻ എന്ന വാക്കിൻ്റെ അർത്ഥം. റീറ്റെയിൻ അല്ലെ, റീറ്റെയിൻ ദ പവർ എന്നൊക്കെ പറയില്ലേ. വീണ്ടും അത് ഹോൾഡ് ഓൺ ചെയ്യുക, കീപ്പ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ. യെസ്, ദാറ്റ് ഈസ് ക്ലിയർ ടു യു. ഈവൻ ആഫ്റ്റർ കണ്ടിന്യൂസ് പ്രാക്ടീസ് ഹർ എഫേർട്ട്. ആ കണ്ടിന്യൂസ് പ്രാക്ടീസിൽ കാർത്തിക ശ്രദ്ധിക്കണേ, പ്രാക്ടീസിൻ്റെ സ്പെല്ലിങ് PRACTICE ആണെങ്കിൽ നൗണ്, PRACTISE ആണെങ്കിൽ വേർബ്. ഓക്കെ, മാറരുത്. SE വന്നാൽ വേർബ്, CE വന്നാൽ നൗണ്. അപ്പോൾ കാർത്തിക ഇവിടെ ഉപയോഗിച്ചേക്കുന്നത് നൗൺ ആയിട്ടാണ്. അപ്പോൾ എന്ത് വരണം? CE വരണം, SE വരാൻ പാടില്ല. Unemployment believed to be impending at the commencement of the loan. Okay, I'll try all possible ways to dissuade him from using drugs, but it became in vain. Okay, great. Commencement of IBRD helped European countries to overcome economic crisis. Okay, A, B and C commences. A, B and C എന്ന് പറയുമ്പോൾ മൂന്നല്ലേ ഹസ്ന? അപ്പോൾ എയും ബിയും സിയും അതോ ഒറ്റ വാക്കാണോ ABC? ഒറ്റ യൂണിറ്റ് ആയിട്ടാണോ ABNC പറഞ്ഞത്? സിംഗുലർ ആണെങ്കിൽ കമൻസസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ മൂന്ന് കമ്പനി അല്ലെങ്കിൽ 3 ആൾക്കാരാണെങ്കിൽ എയും ബിയും സിയും കമൻസ് ചെയ്തു, കമൻസസ് വേണ്ട. സിംഗുലർ അല്ലല്ലോ, പ്ലൂറൽ അല്ലേ, 3 അല്ലേ, അതിൻ്റെ കൂടെ പ്ലൂറൽ വേർബ് കൊടുക്കണം. കമൻസ് എ ബിസിനസ് ഇൻ ദ റേഷ്യോ. അപ്പോൾ 3 അപ്പോൾ റേഷ്യോ 2:3:5 ആണ് കേട്ടോ, 3. അപ്പോൾ കമൻസ് വേണം. ദ ന്യൂസ് അബൌട്ട് commencement of youth festival energizes students. Okay, he adduced me in his elocution. All right. An expert panel visited the construction site before the commencement of the project. Okay, take up your passion, for you are dreamer of your destination and no one else. Great. Okay, gaining ratio. All right, Sachin. Okay, the commencement of exam date boosted studies. All right. He adduced my contribution in the project during his presentation. Okay, my name was adduced by my friend when our teacher asked who was her best friend. All right. The deployment of Arogya Setu. So Arogya Setu, adanalle Arogya Setu app gives complete details regarding COVID-19 diseases. All right. Okay. Due to COVID-19 pandemic situation, COVID pandemic situation, the government commenced many vaccination program അല്ല, മെനി ഉപയോഗിച്ചെന്ന് വിചാരിച്ചോ. മെനിയുടെ കൂടെ എപ്പോഴും ഉപയോഗിക്കുന്നത് എന്താണ്? മെനിയുടെ കൂടെ എപ്പോഴും ഉപയോഗിക്കേണ്ടത് പ്ലൂറൽ നൗൺ ആണ്. മറന്നു പോകരുത്, പ്ലൂറൽ നൗൺ ആണ്. അപ്പോൾ എന്ത് വരണം നീതു? മെനി വാക്സിനേഷൻ പ്രോഗ്രാം അല്ല, മെനി വാക്സിനേഷൻ പ്രോഗ്രാംസ് ഇൻ India. You should take this matter into account very seriously. Okay, it's my first live class. Oh, first live class ആണോ അൻസ? വെൽക്കം ടു യുവർ ക്ലാസ്. ഞാൻ പെട്ടെന്ന് സെന്റൻസ് ആണെന്നോർത്ത് ഇങ്ങനെ വായിക്കായിരുന്നു. Okay, so why didn't you spell out your discomfort before? All right, that's great. 3 പേരാണ്, അപ്പോൾ കമൻസ് വേണം. Yes, Hasna. The HOD adduced her name in his speech. Okay, Edison made up. Agna made up പറയില്ലല്ലോ. Edison
എഡിസൺ ഇൻവെന്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ മേക്കപ്പ് ഒരിക്കലും വരില്ല. നോക്കിയേ, മേക്കപ്പ് എന്ന വേർബ് ഇൻവെന്റ് ചെയ്തു, ഇൻവെന്റ് ചെയ്യുക, ഫാബ്രിക്കേറ്റ് ചെയ്യുന്ന, ഓ അപ്പൊ അങ്ങനെ പറയാം അല്ലേ. പക്ഷേ ഇൻവെന്റ് ചെയ്യുന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞ ഫ്രേസൽ വേർബ് അല്ല, ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ എന്ത് കൊടുക്കണം? മേക്ഡപ്പ് അല്ല. ശ്രദ്ധിച്ചോ, മേക്ഡപ്പ് എങ്ങനെ വരും? മേക്ഡപ്പ് വന്നിട്ടുണ്ട്, മീനിങ് മാറില്ലേ? നോക്കിക്കേ, മേക്കിന് ഒരു മേക്ക് ഇസ് എ V1. നമുക്കറിയാം മേക്ക് എന്നൊരു V1 ഉണ്ട്. അതിന് V2 വേറെ ഫോർമുലേഷൻ ഉണ്ട്. എന്താ? മെയ്ഡ് ഇല്ലേ? മെയ്ഡ് എന്നുള്ള V1 ഉണ്ട്. പിന്നെ എങ്ങനെയാ മേക്ഡപ്പ് വരുന്ന ആജ്ഞ? എന്ത് നോക്കി, നമ്മൾ ചെറിയ മിസ്റ്റേക്ക് അല്ല, അത് വലിയ മിസ്റ്റേക്കാണ്. കാര്യം നമ്മൾ ചെറുപ്പം മുതൽ പഠിക്കുന്ന കാര്യം. മേക്ക് മേക്ഡ് എന്നാണോ? മേക്ക് മെയ്ഡ്. ഓൾ റൈറ്റ്. ടേക്ക് ടുക്ക് എന്നുള്ളതൊക്കെ ഓക്കെ. അതുപോലെ നോക്കാം അടുത്തത്. I didn't get it. Please spell out the name again. Great. Before the commencement of Silver Line, government should ensure that it will not create any environmental impact. Okay. School must retain necessary conveyance deployment for children during this period. Okay. The crowd waited for the commencement of the program. Okay. The center made up false allegations against Punjab government. All right. Lulu Mall at Trivandrum, Asia's largest shopping mall, commenced last month. Okay, great. There is no rational thinking when falling in love. Yes. The chief Gus adduced his name in the speech. Okay. Moving to next one. അടുത്ത സെറ്റ് നോക്കാം. ഡെഫർ എന്ന വാക്ക്, ഡിഫർ എന്ന വാക്ക്. ഡിഫർ ചെയ്യാന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്യുക അല്ലേ? ചേഞ്ച്, ഡിഫറൻസ് ഉണ്ട്, അതാണ് ഡിഫർ. വേരിയേഷൻ ഉണ്ട്, അതാണ് ഡിഫർ. എന്നാൽ ഡെഫർ എന്ന് പറഞ്ഞാൽ പോസ്റ്റ്പോൺ ചെയ്യുക, പുട്ട് ഓഫ് ചെയ്യുക, അഡ്ജേൺ ചെയ്യുക. അഡ്ജേൺ പക്ഷേ കുറച്ചുകൂടെ ഫോർമൽ വാക്കാണ്. കോർട്ടൊക്കെ അഡ്ജേൺ ചെയ്തു എന്ന് പറയില്ലേ, അതാണ് ഡിലേ ആക്കുക. അതാണ് ഡെഫർ എന്ന വാക്കിൻ്റെ അർത്ഥം. ഡെഫറും ഡിഫറും മാറിപ്പോരുത്. ബിക്കോസ് ഡിഫർ എന്ന് പറയുന്ന വാക്ക് ഉണ്ട്, വേർബ് തന്നെയാണ്. ഡിഫറൻസ് എന്ന വാക്കിൻ്റെ വേർബ് ഫോർമുലേഷൻ. ഡിഫർ മീൻസ് വേറൊന്നുമില്ല, ഡിഫർ മീൻസ് വേരി എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ അടുത്ത വാക്കാണ് ഇനാഡിക്വേറ്റ്. കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത വാക്കാണ് ഇനാഡിക്വേറ്റ്. ആഡിക്വേറ്റ് അല്ലാത്തത്, അഡിക്വേറ്റ് ആയിട്ടില്ല എങ്കിൽ ഇനാഡിക്വേറ്റ് എന്ന് പറയുന്നു. നെഗറ്റീവ് വേർഡാണ് അത്. നമ്മുടെ ഇന്ന് ഇവിടെ പ്രിഫിക്സ് ആയിട്ട് യൂസ് ചെയ്തേക്കുന്നു. ഇനാഡിക്വേറ്റ് എന്ന് പറഞ്ഞാൽ ഇൻസഫിഷ്യൻറ്റ്. നോക്കി, പ്രിഫിക്സ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ചേക്കുവാണ്. അപ്പോൾ ഓർത്ത് വെച്ചാൽ മതി, നെഗറ്റീവ് മീനിങ് ആണ് വരുന്നത്. ഇൻആഡിക്വേറ്റ്, ആഡിക്വേറ്റ് ആണെങ്കിൽ ആവശ്യത്തിനുണ്ട് അല്ലേ. ഇനാഡിക്വേറ്റ് എന്ന് പറഞ്ഞാൽ ആവശ്യത്തിനില്ല. ഇൻസഫിഷ്യൻറ്റ്, ഡെഫിഷ്യൻറ്റ് അല്ലെങ്കിൽ സ്കാൻറ്റി ഓർ സ്കേഴ്സ്, അതാണ് ഇനാഡിക്വേറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം. അഡ്ജക്റ്റീവ് ആണ് കേട്ടോ. അടുത്ത വാക്ക് ട്വീക്ക്. ട്വീക്ക് എന്ന വാക്ക് നൗണായിട്ടും വേർബായിട്ട് ഉപയോഗിക്കാം. ട്വിസ്റ്റ്, ഒരു ടേണ്, ടഗ് എന്നൊക്കെ പറയും അതിന്. അല്ലാതെ ഇൻഫോർമൽ യൂസേജ് ഉണ്ട്. ട്വീക്ക് എന്ന് പറഞ്ഞാൽ ഓൾട്രേഷൻ എന്നർത്ഥമുണ്ട്. ഓക്കെ, നൗണില്ല കേട്ടോ. എന്നാൽ വേർബായിട്ട് വരുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുക, മോഡിഫൈ ചെയ്യുക, ഓൾട്ടർ ചെയ്യുക എന്നൊരർത്ഥമുണ്ട്. ചേഞ്ച് അല്ലേ, ചേഞ്ച് വരുത്തുക, ചെറിയൊരു ഓൾട്ടർ ചെയ്യുക എന്നുള്ള അർത്ഥം. അപ്പോൾ ഓർത്ത് വെക്കണം, ട്വിസ്റ്റ്, ടഗ്. ട്വിസ്റ്റ്, ടഗ് എന്നൊക്കെ പറഞ്ഞ വേർബായിട്ടും ഉപയോഗിക്കാം, നൗണായിട്ടും ഉപയോഗിക്കാം. ഓൾട്രേഷൻ നൗണാണ്. ഇൻഫോർമൽ യൂസേജിലെ ട്വീക്ക് എന്ന് പറയുന്ന ഓൾട്രേഷൻ എന്നർത്ഥം. അഡ്ജസ്റ്റ്, മോഡിഫൈ ഇൻഫോർമൽ യൂസേജ് ആണ്, വേർബാണ്. ഓൾട്ടർ വേർബാണ്. ഓക്കെ. അടുത്ത വാക്ക് സോൾലി. സോൾലി ഈസ് എൻ അഡ്വേർബ്. അഡ്വേർബ് മീനിങ് എന്താ വെച്ചാൽ ഓൺലി. സോൾലി, വി സോൺലി ഡിപ്പെൻഡ്സ് ഓൺ അല്ലെ, വി സോൺലി ഡിപ്പെൻഡ്സ് ഓൺ ദിസ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ ഒരു പ്രോജക്റ്റ് മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓൺലി ഡിപ്പെൻഡ് ഓൺ, സിംപ്ലി, ജസ്റ്റ്, മിയർലി, എൻറ്റയർലി എന്നൊക്കെയാണ് സോൾലി എന്ന വാക്കിൻ്റെ അർത്ഥം. ഓക്കെ. അപ്പോൾ ഓൺലി, സിംപ്ലി, ജസ്റ്റ്, മിയർലി എന്നൊക്കെ ഒരു അർത്ഥമുണ്ട്. അടുത്തത് എൻറ്റയർലി, അതുപോലെ ടോട്ടലി എന്നൊക്കെ ഒരു അർത്ഥവും കൂടെ ഇതിനുണ്ടെന്ന് ഓർത്തുള്ളൂ കേട്ടോ. സോൾലി, ടോട്ടലി, entirely, merely, just, simply, only എന്നൊക്കെ യൂസേജ്. ഓക്കെ. ഓൾ റൈറ്റ്, ക്ലിയർ. യെസ്. അടുത്തത്, മൈ ഫ്രണ്ട് കമൻസ് എ ന്യൂ പ്രോജക്റ്റ് ആഫ്റ്റർ ദി ലോങ് ഡിസിഷൻ. ഇല്ല, മൈ ഫ്രണ്ട് കമൻസസ് കൊടുക്കുക, അല്ലെങ്കിൽ മൈ ഫ്രണ്ട് കമൻസ്ഡ്. നിഷാന സബ്ജക്റ്റ് സിംഗുലർ എങ്കിൽ വേർബ് സിംഗുലർ. ഷീ ഈസ് വെരി ഗുഡ് ഇൻ മേക്കിംഗ് അപ്പ് സ്റ്റോറീസ്. ഗ്രേറ്റ്. ഓക്കെ. വെരിയുടെ വൈ ഇട്ടാൻ മറക്കണ്ട കേട്ടോ. വാണ്ടറിങ് ഹിയർ ആൻഡ് ദെയർ cannot be taken into account, rational in this pandemic situation. അവിടെ rational എന്ന് യൂസ് taken, cannot be taken into account, rational അങ്ങനെ കൊടുക്കില്ല. അത് കുറച്ചുകൂടെ ഇതൊക്കെ. ഇറ്റ്സ് നോട്ട് റാഷണൽ ടു വാണ്ടർ ഹിയർ ഇങ്ങനെ കൊടുക്കുക. ഇറ്റ്സ് നോട്ട് റാഷണൽ ടു വാണ്ടർ ഹിയർ ആൻഡ് ദെയർ ഡ്യൂറിങ് ദിസ് പാൻഡമിക് സിറ്റുവേഷൻ. ഒന്ന് ചേഞ്ച് ചെയ്യാം കേട്ടോ ജീജ. The program will commence after the arrival of the governor, so everyone be patient. Okay, all right. She adduced my name in an unwanted situation. Okay. Rahul adduced his parents while rendering his convocation speech. Okay. Let you, good morning. Onsetന്റെ കൂടെ ഫിക്സഡ് പ്രൊപ്പോസിഷൻ ഉണ്ടോ? ഇല്ല. ഓൺസെറ്റ് ഓഫ് മൺസൂൺ എന്തൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞില്ല. ഇല്ല. ഓക്കെ. All right, Agna, great. The stated rationale is to widen access, reduce brain drain,
bolster research capabilities and maximize the competitiveness of the sector. Okay. Teacher deferred ആണോ ഉദ്ദേശിച്ചത്? deferred ആണ്. അപ്പോൾ സ്പെല്ലിംഗ് നോക്കാം, defer ആണ്. DFERRED, deferred, double R ഉണ്ട്. The class to next day. Police adduced to take up the cases suo motu. Okay, all right. Due to inadequate evidences alla sina, evidence എന്ന വാക്കിന് പ്ലൂറൽ ഇല്ല, അത് uncountable noun ആണ്. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. Evidence, the court defer the case. Okay, when you prepare final accounts, the deferred tax need to treat അല്ല. When you prepare final accounts, the deferred tax singular അല്ലേ, tax needs to, അല്ലെങ്കിൽ taxes ആണെങ്കിൽ need, tax ആണെങ്കിൽ needs. Singular subjectness, singular verb വേണ്ടേ ശരത്തെ. The manager deferred the meeting. DEFERRED ട്ടോ, deferred. The deployment of an army in our area is malicious. Okay. HC examination to be conducted on February 27th stands deferred. Okay. The exams deferred due to the rising COVID pandemic. Sheena uses a story to explain the value of money when she teaches. Okay. One must know to tweak in every situation. Okay. The Shim is a journey through tweaks. Okay. Twists. The committee meeting was not deferred in spite of half of the members were absent. അവിടെ വരില്ല ശ്രുതി, അങ്ങനെ ഒരു ശ്രദ്ധിക്കണം. അവിടെ കമ്മിറ്റി മീറ്റിംഗ് വാസ് നോട്ട് deferred, defer ചെയ്തില്ല. ഈവൻ ദോ ഹാഫ് ഓഫ് ദ മെമ്പേഴ്സ് വർ ആബ്സെന്റ്, അല്ലെങ്കിൽ ഓൾ ദോ കൊടുക്കുക. കാര്യം ഇവിടെ ഇൻസ്പൈറ്റ് ഓഫ് കൊടുത്തേക്കുന്നത് കൺജങ്ഷന്റെ സ്ഥാനത്താണ്. കൺജങ്ഷന്റെ കൂടെ ഒരിക്കലും എന്ത് കൊടുക്കില്ല, നമ്മൾ ഇൻസ്പൈറ്റ് ഓഫ് കൊടുക്കില്ല. കൺജങ്ഷന്റെ സ്ഥാനത്ത് പ്രൊപ്പോസിഷണൽ ഫ്രേസ് ആണ് ഇൻസ്പൈറ്റ് ഓഫ്. അപ്പോൾ എങ്ങനെ കൊടുക്കണം എന്ന് ചോദ്യം, ഒന്നെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, ഓൾ ദോ ഇവന്റ് ഇവിടെ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ സെൻസ് ചെറിയ മാറ്റം വരുത്തും, ഡെഫേർഡ് ഇൻസ്പൈറ്റ് ഓഫ് ഹാഫ് ദ മെമ്പർമാരുടെ ആബ്സെൻസ് എന്ന് കൊടുക്കണം. അത് കഴിഞ്ഞിട്ടൊരു ഒബ്ജക്റ്റേ വരാൻ പാടുള്ളൂ, അതാണ് കാര്യം. Meera is solely different from her twin sister. Okay, totally different. Due to the inadequate supply of raw materials, the company referred the manufacturing process. While watching the movie, she said, "Here comes a tweak." Okay, the CEO adjourned the budget session for the upcoming year to the next week. Okay, ma'am, loiter, does it mean to wander around or walk slowly? So it is about correct, or can use in. Didn't hear you answer, internet got disconnected. Okay. അശ്വതി പേടിക്കണ്ട, ഞാനത് നോക്കിയിട്ട് പറഞ്ഞുതരാം, ഉറപ്പ് പറയാം. കാര്യം ലോയിറ്റർ എന്ന് പറയുന്നതിന് വോണ്ടർ എന്നൊരു അർത്ഥമുള്ളതുകൊണ്ട് ലോയിറ്റർ ഇന്ന യൂസേജ് ആണ് ഞാൻ കോമൺലി കണ്ടിട്ടുള്ളത്. ലോയിറ്റർ എബൌട്ട് അല്ല, ഇന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു 90% ഇന്നാവാനാണ് ചാൻസ്. ഇനി എബൌട്ട് വല്ലതും വരുമോ എന്നുള്ളത് ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. ഇറ്റ് വാസ് സോൾ പ്രൂഫ് അഗൻസ്റ്റ് ഹിം. ഓക്കെ, അത് അവിടെ സോൾ അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിച്ചല്ലേ. ഓക്കെ, ഐ സോൾലി അഷ്യൂർഡ് ദാറ്റ് I will not die as a patriot. അവിടെ എന്താണ് മനസ്സിലായില്ലല്ലോ ശരത്തെ. ലോട്ട് വന്ന എന്തുകൊണ്ടാ? inadequate amount of food items cause to malnutrition in children. Rindumis adduce beautiful thought before commencing the HCA live session. All right. അപ്പോൾ അഡ്യൂസ്ഡ് ഒന്നെങ്കിൽ അഡ്യൂസ്ഡ് കൊടുക്കുക, അല്ലെങ്കിൽ അഡ്യൂസസ് കൊടുക്കുക. ബിക്കോസ് റിൻഡുമിസ് എന്ന് പറയുന്ന ആൾ സിംഗുലർ അല്ലേ, അതുകൊണ്ട് കേട്ടോ. ഒന്ന് ശ്രദ്ധിക്കണേ. Nitu, we deferred our college reunion due to Omicron crisis. Okay, everyone expected the villain to be the culprit, but at the end of the show, the tweak was that it was a protagonist who himself appeared to be the villain. Okay, rational thinking. Karthik ഇവിടെ പറ്റില്ല. റാഷണൽ എന്ന് പറയുമ്പോൾ തന്നെ ലോജിക് എന്ന, പിന്നെ അവിടെ റാഷണൽ തിങ്കിങ്ങിൽ ഈ വരില്ല. അവിടെ റാഷണൽ എന്നുള്ള യൂസേജ് ഈ വരില്ല. റാഷണൽ എന്ന് പറഞ്ഞു ഒന്നെങ്കിൽ, അല്ലെങ്കിൽ റാഷണൽ തിങ്കിങ്ങിന് ഈ ഇല്ലാത്ത റാഷണൽ തിങ്കിങ് കൊടുക്കുക. അവിടുത്തെ റാഷണൽ അഡ്ജക്റ്റീവ് ആണ്, ഈ റാഷണൽ അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കില്ല. Okay, very good. When you face problems. Her wedding deferred due to death of her grandmother. He's solely responsible for the entire problem. I solely depends on Rindumam class, Rindumam's class. Ma'am in day, apostrophe S. For my exam. Okay. PSC deferred many exams due to the surge of COVID-19. Due to the surging COVID-19 pandemic, due to the surge of COVID-19 pandemic. Okay. Chief Minister adduced the means of project to be commence. Okay, to be commence alla Gina, to be commenced, to be B plus V3 form, ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന പാസീവ് ആയിട്ടാണ്. അപ്പോൾ V3 ഫോം ആണ് കേട്ടോ, commenced. The manager deferred the meeting to next Thursday. Winter Olympics to be commenced as per the plan. Okay, deferring your decision to do something is known as procrastination. Yes, tweaking her story made everyone in anxious വേണ്ട കാർത്തിക, everyone anxious മതി. Okay, parliamentary committee, കാരണം അത് in anxious കൊടുക്കില്ല, കാരണം അത് അഡ്ജക്റ്റീവ് ആണ്. പാർലമെന്ററി അല്ലെങ്കിൽ ഒരു ഫ്രേസ് ആയിട്ട് വരണം ഇൻ ആൻഷ്യസ് എന്ന്. ഇൻ ആൻസൈറ്റി ആണെങ്കിൽ ഓക്കെ, ഇൻ ആൻസൈറ്റി കറക്റ്റാ.
അല്ലെങ്കിൽ in anxious വേണ്ട, വെറും anxious മതി കേട്ടോ. Parliamentary committee meetings will be deferred if quorum is not reached. Okay. Don't misunderstand me. I can help you by all means. Okay. The merchant is arrested for tweaking the goods in the shop. He is the, okay, all right. He is the sole successor of the huge wealth. Okay. Tweak territories of states. Okay. Public was perplexed to apprehend the rationale of NRC legislation. Great. അടുത്ത വാക്ക് നോക്കിയേ, മീൻസ്. മീൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് മീനിങ് ഉണ്ട്. നൗൺ ആണ്. മെത്തേഡ്, മാനർ, വേ എന്നൊക്കെ പറയും. വേറൊരു ഇത് മീൻസ് ഇൻകം എന്ന് പറയാം അല്ലേ. ഇൻകം, മണി അല്ലെ, എക്സ്പെൻസ് എന്നൊക്കെ പറയില്ല, മണി അത് പറയാം. ഓക്കെ. അല്ലെങ്കിൽ അതായത് ക്യാപിറ്റൽ, മീൻസ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ, ഒന്ന് ക്യാപിറ്റൽ, അല്ലെങ്കിൽ മണി, അല്ലെങ്കിൽ റിസോഴ്സസ് എന്ന് പറയാം. ബൈ ഓൾ മീൻസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ യൂസേജ്. എന്ത് രീതിയിലും ഞാൻ ചെയ്യും, അതാണ് മെത്തേഡ് എന്നുള്ള യൂസേജ്. അല്ലാതെ അബൌട്ട് യുവർ ഡെയിലി മീൻസ് അല്ലേ, അങ്ങനെ പറയില്ല, ആ മീൻസ്. അതാണ് മീൻസ് എന്നുള്ള നമ്മുടെ മണി എന്നുള്ള യൂസേജ് പറയാം കേട്ടോ, ഓർത്ത് വെച്ചോണം. ഡ്യൂ ടു ഒമിക്രോൺ വി ഡെഫർ our holiday trip. Okay. Inadequate knowledge is not enough to win the competition. Okay. We must retain her in our team. Okay. Keep her. Alright. She solely love him. She solely love with him. She is solely in love with him. Aisha, she is solely in love with him. Okay. Our result solely depends on our actions. Yes, it is. The inadequate attendance compelled the officer to defer the conference. Great. Moving to next set. അടുത്ത വാക്ക് ഇതാണ്, ഫ്ലാഗ്. ഫ്ലാഗ് എന്ന വാക്കിൻ്റെ അർത്ഥം ഇതാണ്. ബാനർ, നൗൺ ഉണ്ട്, വേർബും ഉണ്ട്. ബാനർ, സ്റ്റാൻഡേർഡ് എന്നൊക്കെ ഒരു അർത്ഥം ഉണ്ട് അല്ലേ ഫ്ലാഗ്. എന്നാൽ ഫ്ലാഗ് എന്ന വേർബിൻ്റെ അർത്ഥം ഇൻഡിക്കേറ്റ്, ഇൻഡിക്കേറ്റ് ചെയ്യാം, ഐഡന്റിഫൈ ചെയ്യുക, ഒരു മാർക്ക്. ഓക്കെ. അടുത്ത വാക്ക് ഡീറെയിൽ. റെയിൽവേ പാളത്തിൽ നിന്ന് വഴിതെറ്റി പോകുന്നതിനുള്ള ഡീറെയിൽ എന്ന് പറയാം. സോ ഡീറെയിൽ മീൻസ് ക്രാഷ്, റെക്ക് ഓർ ഹിൻഡർ, തടസ്സപ്പെടുത്തുക, ഓർ അവോയ്ഡ് ഓർ പ്രിവെന്റ്. അപ്പൊ ഡീറെയിൽ എന്ന വേർബിന്റെ അർത്ഥം ക്രാഷ്, റെക്ക്, ഹിൻഡർ, അവോയ്ഡ്, പ്രിവെന്റ് എന്നൊക്കെ ഉണ്ട്, ഓർത്ത് വെച്ചോളാം. അടുത്ത വാക്ക് പ്രീ എമിനൻസ്. പ്രീ എമിനൻസ് ഇസ് എ നൗൺ. യൂസേജ് ഇതാണ്. പ്രീ എമിനൻസ് പറഞ്ഞാൽ സുപ്പീരിയോറിറ്റി, സുപ്രമസി, ഗ്രേറ്റ്നെസ്, ഉന്നതി, അതാണ് സുപ്പീരിയോറിറ്റി, സുപ്രമസി അല്ലെങ്കിൽ ഗ്രേറ്റ്നെസ് എന്നാണ് പ്രീ എമിനൻസിന്റെ മീനിങ് കേട്ടോ. അടുത്ത വാക്ക് അപ്ബീറ്റ് ആണ്. മ്യൂസിക്കൽ ടേമിൽ അപ്ബീറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഉണ്ട്. ഈ ഒരു നോട്ട് മുകളിൽ എന്നുള്ള അപ്ബീറ്റ് എന്ന നൗൺ ഉണ്ട്. പക്ഷെ നമുക്കതിൻ്റെ യൂസേജ് വരുന്നേ ഇല്ല മ്യൂസിക്കിൻ്റെ. അതുകൊണ്ട് നമ്മൾ അഡ്ജക്റ്റീവ് പഠിച്ചു വെച്ചാൽ മതി. അപ്ബീറ്റ് മീൻസ് ഒപ്റ്റിമിസ്റ്റിക്, cheerful, positive, confident എന്നാണ്. ഒരു എക്സാമ്പിൾ പറയാം, ഹീസ് അപ്ബീറ്റ് ഇൻ ഹിസ് സക്സസ്, അല്ലെങ്കിൽ ഹീസ് അപ്ബീറ്റ് ഇൻ ഹിസ് സ്റ്റഡീസ്, കോൺഫിഡൻറ്റ് ഇൻ ഹിസ് സ്റ്റഡീസ്, ഹീസ് അപ്ബീറ്റ് ഇൻ ഹിസ് വർക്ക് എന്നൊക്കെ പറയാം. ഓക്കെ. അടുത്തത് റോബസ്റ്റ്. റോബസ്റ്റ് എന്ന വാക്ക് നമ്മൾ എപ്പോഴും പറയുന്നതാണ്, എന്നും കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞു. സ്ട്രോങ്, വിഗറസ്, സ്റ്റഡി, ഫ്ലേവർഫുൾ എന്നാണ് റോബസ്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഓക്കെ, ഓർത്ത് വെച്ചോളൂ കേട്ടോ. Okay, people find different means to survive during lockdown. Okay, great. His job is the only means of income for the family. Great. Many environmentalists come with an opinion. Opinion the spelling okay. OPINION. Opinion to defer the Silver Line project, which is imposed by state government. Okay, the new policy was inadequate enough to convince investors. The sole aim of the life is nothing but self-satisfaction, which no one attains even though he has achieved everything in life. Great. അഗ്ന എഴുതുമ്പോൾ ഈ LYF നമ്മുടെ ടെക്സ്റ്റിംഗ് ലാംഗ്വേജ് ഒഴിവാക്കുക പരമാവധി. കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ ടെക്സ്റ്റിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചാൽ എന്താ പ്രശ്നം, എക്സാമിന് എഴുതുമ്പോഴും നമ്മൾ അറിയാതെ പോകും. നമ്മുടെ ഈ പ്രശ്നം അതാ, സ്പെൽ ചെക്ക് ഇപ്പോൾ വരുമ്പോൾ നമ്മൾ എപ്പോഴും തെറ്റിക്കുന്നത് ഇതുകൊണ്ടാണ്. യു യൂസിങ് ദ ടെക്സ്റ്റിംഗ് ലാംഗ്വേജ് റാദർ ദാൻ യൂസിങ് ദ നോർമൽ ലാംഗ്വേജ്. നോർമൽ സ്പെല്ലിംഗ് നമുക്ക് അറിയില്ല അതുകൊണ്ട്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കണേ. ഓൺലി മീൻസ് ഓഫ് ഇൻകം ഈസ് ടൈലറിങ്. ഓക്കെ. Okay, why does the relative and neighbors not have a rational and always adduced to me trying for a private job? And many, why does the relatives, does പറയുമ്പോൾ തന്നെ പ്രശ്നമാണ്. എന്തുകൊണ്ട് the relative, why do the relatives, കേട്ടോ, why do the relatives and neighbors, why do the relatives not have എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് മാറ്റാം. Why don't the relatives and neighbors have a rational and always adduce me, cite me, mention me trying for a private job? അങ്ങനെ കേട്ടോ അൻമരി. Why don't the relatives? Letters were the only means of communication in olden days and the people solely depended on it to maintain relationships. Yes, the upbeat economic data sold in equity investments. Okay, we must always be upbeat even in the bad cycle of our life. Yeah, of course ചിഞ്ചു 50 ഡേയ്സിന് ജോയിൻ ചെയ്യാലോ, ഒരു പ്രശ്നമല്ലോ. ഒരാഴ്ച ആയിട്ടുള്ള തുടങ്ങിയിട്ട് ഒരുപാടൊന്നും മിസ്സായിട്ടില്ല. ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. റെക്കോർഡ് ക്ലാസ്സും അവൈലബിൾ ആണ്. ഓക്കെ,
ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ ജോയിൻ ചെയ്യാം. കോഡ് അടിച്ചു കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. അങ്ങനെയാണ് 1389 രൂപയ്ക്ക് കിട്ടും. വെറും 1389 രൂപയ്ക്ക് നമ്മുടെ കോഴ്സ് കിട്ടും. കോഡ് അടിച്ചു കൊടുക്കുക, 17% ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ. അടുത്ത, യുവർ മീൻസ് ഓഫ് എക്സ്പ്ലനേഷൻ ഇൻ ഗ്രാമർ ഇസ് സോൺലി ഹയർ ദാൻ ടു എന്ന് പറയില്ല. നിഷാന, യുവർ മീൻസ് ഓഫ് എക്സ്പ്ലനേഷൻ ഇൻ ഗ്രാമർ ഇസ് സോൺലി ഹയർ ദാൻ എനി ഇംഗ്ലീഷ് ക്ലാസ്സസ്. ദാൻ എനി ഇംഗ്ലീഷ് ക്ലാസ്. ദാൻ കഴിഞ്ഞിട്ട് ടു വരുമോ? വരില്ല. ഓർമ്മയില്ല, നമ്മൾ പഠിച്ചതല്ലേ കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ. ഫോളോ ദ ട്രാഫിക് റൂൾ ടു derail accident. All right, every democratic countryയുടെ അപ്പസ്ട്രോഫി എസ് കൊടുക്കണേ. എവറി ഷേട്ടോ ശരത്തെ ഡെമോക്രാറ്റിക് കൺട്രീസ്. അപ്പോൾ അവിടെ എവറിയുടെ കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ? പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ടോ? എവറിയുടെ കൂടെ കൺട്രീസ് എന്ന് പ്ലൂരിൽ വരുമോ? എവരി, ഈച്ച്. ഇത് ഞാൻ പിന്നെ എഴുതിയിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾ തന്നെ മടുക്കും. ഇത് കേട്ട് മടുക്കും. എന്നാൽ നിങ്ങൾ തെറ്റിച്ച് മടുക്കും. ഇത് ഞാൻ എഴുതും, നിങ്ങൾ തെറ്റിക്കും. എന്ത് രസമല്ലേ? ഇതിൻ്റെ എല്ലാത്തിനും കൂടെ എന്ത് കൊണ്ടുവരണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളേ? സിംഗുലർ നൗണ് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. സിംഗുലർ നൗണിൻ്റെ ഒപ്പം ഇവയുടെ കൂടെ സിംഗുലർ വേർബും കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓർമ്മയുണ്ടാവുമായിരിക്കും. ഈച്ച്, എവറി, ഐദർ, നൈദറിൻ്റെ കൂടെ. അപ്പം എങ്ങനെ ശരത്തെ? എവറി ഡെമോക്രാറ്റിക് കൺട്രി. ഇപ്പൊ കൺട്രിയുടെ എന്നാ വേണ്ട, കാര്യം പ്രീ എമിനൻസ് വരുന്നില്ല, നൗണും കൂടെ വന്നിട്ടില്ല. അതുകൊണ്ട് എവറി ഡെമോക്രാറ്റിക് കൺട്രീസ് പ്രീ എമിനൻസ് ഓഫ് അതോറിറ്റി ഇസ് vested with, അങ്ങനെ ആകുമ്പോൾ ഓഫ് vested with people who have no money and manipulation. be a upbeat അല്ല, upbeat സ്പെല്ലിങ്. അപ്ബീറ്റിന്റെ സ്പെല്ലിങ് നോക്കിയേ. അപ്ബീറ്റിന് നോക്കിയാൽ അ ആണ് വരിക, അ സൗണ്ടാ. അപ്പൊ എന്ത് വരണം? be an upbeat person വേണോ കേട്ടോ. Robust rules are needed to avoid crimes. ഓക്കെ, മോഡൽ എക്സാംസിന്റെ മാത്രം പാക്കേജ് ഉണ്ടോ? മോഡൽ എക്സാംസിന്റെ ടെസ്റ്റ് സീരീസിന്റെ പാക്കേജ് ഉണ്ട് കേട്ടോ. ആൻമരി വെറും ടെസ്റ്റ് സീരീസ് മാത്രമായിട്ടുള്ള പാക്കേജ് ഉണ്ട്. ഓക്കെ, ധൈര്യമായിട്ട് എടുത്തോളൂ. അറൈവൽ ഓഫ് അൺഇൻവൈറ്റഡ് ഗസ്റ്റ് ഡിറെയിൽഡ് മൈ സ്റ്റഡി പ്ലാൻ. സൈറ്റിലൊന്ന് പോയി നോക്കിയാൽ, അത് ടാപ്പിലോ സൈറ്റിലോ നോക്കിയാൽ മതി. ടെസ്റ്റ് സീരീസ് കിട്ടും, 25 കംപ്ലീറ്റ് മോക്ക് ടെസ്റ്റുകൾ കിട്ടും, മോഡൽ എക്സാംസ് കിട്ടും. ഓക്കെ, 25 ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകൾ കിട്ടും. പിന്നെ അടുത്തത് എന്തായിരുന്നു പറഞ്ഞത്? ചിഞ്ചു ആണെങ്കിലും ഉണ്ടല്ലോ, സൈറ്റിൽ പോയി നോക്കാം കേട്ടോ. അറൈവൽ ഓഫ് അൺഇൻവൈറ്റഡ് ഗസ്റ്റ് ഡിറെയിൽഡ് മൈ സ്റ്റഡി പ്ലാൻ. ഓക്കെ, ഹി ഡിറെയിൽഡ് ഹിംസെൽഫ് ഫോളോയിങ് ഫ്രം false words. Okay, I always keep a flag whenever I'm out. Okay, I try to contact in the given number but no ഇത് സെന്റൻസ് അല്ലല്ലേ? ആ നമ്പർ കോണ്ടാക്ട് എടുത്തില്ലേ? ഞാൻ ലിങ്ക് അയച്ചു തരാം. എന്താ ഡൗട്ടുള്ള ചിഞ്ചുവിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചിഞ്ചു എന്നോട് പേഴ്സണലായിട്ട് ചോദിച്ചു, ഞാൻ അതിന് റിപ്ലൈ തരാം. ഇല്ലെങ്കിൽ പിന്നെ ഓക്കെ, ദിസ് ഇസ് മൈ ഒഫീഷ്യൽ ID. ഞാൻ ഒഫീഷ്യൽ ID തരാം. അവരെടുത്തില്ലെങ്കിൽ പിന്നെ ഓക്കെ, യു ക്യാൻ യൂസ് ദിസ്. ഓക്കെ, ഇതെൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഇമെയിൽ ID ആണ്. ഓക്കെ, എന്നോട് ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അടുത്തത്, പോളിസി മേക്കേഴ്സ് ആർ ട്രൈങ് ടു അവോയ്ഡ് അനദർ ഡിറൈൽ ഓഫ് ദ ഇക്കോണമി ബൈ ദ തേർഡ് വേവ്. അപ്പോൾ ചിഞ്ചു എനിക്കൊന്ന് മെൻഷൻ ചെയ്ത് അയക്കണം, ഇങ്ങനെ പറഞ്ഞിരുന്നു എന്നുള്ള കാര്യം. ഐ ട്രൈ ടു കോൺടാക്ട് ഇൻ ദ ഗവൺ നമ്പർ sorry again. Policy makers are trying to avoid another derail of the company by the third wave. Okay, from day one, science flagged that the pandemic cannot end unless the whole world is protected. Yes, be upbeat rather than scrutinizing things. Okay, she asked me to allalla sharathe she asked me to കഴിഞ്ഞിട്ട് y അല്ല വരുന്നത്, 2 + v1 അവനെ. she asked me to do something, 2 കഴിഞ്ഞിട്ട് v1 വരണം. അല്ലെങ്കിൽ എന്ത് കൊടുക്കണം? അല്ലെങ്കിൽ 2 അങ്ങ് കട്ട് ചെയ്ത് കളയാ. she asked me why am I അല്ല, she asked me why I am so upbeat. എങ്ങനെ കൊടുക്കുക? she asked me why I am so upbeat. ഇത് ക്വസ്റ്റ്യൻ അല്ല. അല്ലെങ്കിൽ why are you so upbeat എന്ന് കൊടുക്കണം. ഇതിപ്പം ഇത് ഇൻഡയറക്റ്റ് സ്പീച്ച് ആണ്. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ അത് നമ്മൾ എന്തിലോട്ട് ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് വരുമ്പോൾ അല്ലെ റിപ്പോർട്ടർ സെന്റൻസിലോട്ട് വരുമ്പോൾ അതിനെ നമ്മൾ എന്തിലോട്ടാണ് കൊണ്ടുവരുന്നത്? സ്റ്റേറ്റ്മെന്റിലോട്ടാണ് മാറ്റുന്നത്. സ്റ്റേറ്റ്മെന്റ് ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ why am I അല്ല why I am ആണ് വരേണ്ടത് കേട്ടോ. കേട്ടോ ശരത്തെ? The protesters assembled with a flag obstructing the PM's entry to their province to take into account their problems. Okay, always be robust and upbeat in life. Okay, the GDP growth in the country flag its progress. Okay. Our decision about future must be robust. Okay, she took inadequate means of her parent into account before giving her name for the picnic. All right, moving to next set. Last set ആണ് ഇത്. നോക്കാം. ഹാർട്ടനിങ് എന്ന വാക്കിന്റെ അർത്ഥം റീഅഷ്വറിങ്, ഹോപ്പ്ഫുൾ, പ്രോമിസിങ്, ഒപ്റ്റിമിസ്റ്റിക് എന്നൊക്കെയാണ് അർത്ഥം അല്ലെ. റീഅഷ്വറിങ് ആണ്, ഹോപ്പ്ഫുൾ ആണ്, ചിയർഫുൾ ആണ് എന്നൊക്കെ പറയില്ലേ. ചിയർഫുൾ ആണ്. ഓക്കെ, ചിയറിങ് ആണ്, ചിയറിങ് ഓർ ചിയർഫുൾ എന്നുള്ള അർത്ഥമുണ്ട്.
റിയഷ്വറിംഗ് ആണ്, പ്രതീക്ഷയുള്ളതാണ്, ഹോപ്പ്ഫുൾ ആണ്, പ്രോമിസിംഗ് ആണ് എന്നൊക്കെയാണ് ഹാർട്ടനിങ് എന്ന വാക്കിൻ്റെ അർത്ഥം. അഡ്ജക്റ്റീവ് ആണ്. അടുത്ത വാക്ക് ടെല്ലിംഗ്ലി. നിങ്ങളിപ്പോൾ കാണും ഇന്നത്തെ ആർട്ടിക്കിളിലല്ല, ഇന്ന് നമ്മൾ വായിക്കാൻ വന്ന ആർട്ടിക്കിളല്ല, അല്ലാതെ ഒരു ആർട്ടിക്കിളിൽ മറ്റേ ആർട്ടിക്കിളിലുണ്ടാവും ടെല്ലിംഗ്ലി. അത് അഡ്വേർബ് ആണ്. ടെല്ലിംഗ്ലി എന്ന് പറഞ്ഞാൽ സിഗ്നിഫിക്കൻ്റ്ലി, ഡെഫിനറ്റ്ലി, ആഡിക്വേറ്റ്ലി എന്നൊക്കെയാണ് ടെല്ലിംഗ്ലി എന്ന അഡ്വേർബിൻ്റെ അർത്ഥം. അടുത്ത വാക്ക് ഫ്രജൈൽ. ഒരുപാട് തവണ നമ്മൾ ഡിസ്കസ് ചെയ്ത വാക്കാണ്. അഡ്ജക്റ്റീവ് ആണ്. ബ്രേക്കബിൾ, ബ്രിറ്റിൽ ഓർ ടെൻവസ്, വീക്ക്, ഫ്രെയിൽ എന്നൊക്കെ പറയും. ഫ്രജൈൽ എന്ന് പറഞ്ഞാൽ ഡെലിക്കേറ്റ് അല്ലേ? ഫ്രജൈലാണ്, ഡെലിക്കേറ്റ് ആണെന്ന് പറയില്ലേ? വളരെ ഡെലിക്കേറ്റ് ആണ് എന്ന് പറയില്ലേ? അതാണ് അർത്ഥം. വീക്കാണ്, ഡെലിക്കേറ്റ് ആണ്, ഫ്രെയിൽ ആണ്, ടെൻവസ് ആണ്, ബ്രിറ്റിൽ ആണ്, ബ്രേക്കബിൾ ആണെന്നൊക്കെ പറയാം. അടുത്ത വാക്ക് സ്പാൻ. നമ്മൾ ലൈഫ് സ്പാൻ എന്നൊക്കെ പറയുന്ന സ്പാന് നൗൺ ആയിട്ട് പറയുമ്പോൾ ലെങ്ത്, പീരിയഡ്, ടൈം എന്നൊക്കെയാണ് അർത്ഥം. എന്നാൽ വേർബ് ആയിട്ട് പറയുമ്പോൾ ബ്രിഡ്ജ്, കണക്ട് ചെയ്യുക, ക്രോസ് ചെയ്യുക ഓർ കംപ്രൈസ് ചെയ്യുക എന്നൊക്കെ അർത്ഥമുണ്ട്. കംപ്രൈസ്, ക്രോസ്, ബ്രിഡ്ജ് എന്നൊക്കെയാണ് സ്പാൻ എന്ന വാക്കിൻ്റെ അർത്ഥം. സ്പാൻ എന്ന വേർബിൻ്റെ അർത്ഥം. വേർബ് ആയിട്ട് വരുമ്പോൾ ബ്രിഡ്ജ് ചെയ്യുക ആസ് എ വേർബ്, ക്രോസ് ചെയ്യുക ആസ് എ വേർബ്, കംപ്രൈസ് ആസ് എ വേർബ് ആയിട്ടാണ് സ്പാൻ എന്ന വേർബ് വരിക. നൗൺ ആയിട്ടാകുമ്പോൾ ലെങ്ത്, പീരിയഡ്, ടൈം എന്നൊക്കെ നമ്മൾ പറയുന്നത്. അടുത്ത വാക്ക് ഫോൾട്ടർ. ഫോൾട്ടർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹെസിറ്റേറ്റ് ചെയ്യുക, ഒരു മടി കാണിക്കുക, റിലക്റ്റൻ്റ് ആയിട്ട് നിൽക്കുക അല്ലേ? അല്ലെങ്കിൽ ഡിലേ ചെയ്യുക അല്ലെ? മടി കാരണമല്ല നമ്മൾ താമസിപ്പിക്കുന്നത്. വേവർ, ഒരു ഫ്ലക്ച്വേഷൻ, അല്ലെങ്കിൽ ഗെറ്റ് കോൾഡ് ഫീറ്റ്, നിൽക്കുവാണ്, ഹെസിറ്റേറ്റ് ചെയ്യുവാണ്, ഒരു മടി, പോകാനൊരു മടി, ഒരു കാര്യം ചെയ്യാനൊരു മടി. യു ആർ ഗെറ്റിംഗ് കോൾഡ് ഫീറ്റ്, ദാറ്റ്സ് ഇറ്റ്. ഹെസിറ്റേറ്റ്, ഡിലേ, വേവർ അല്ലെങ്കിൽ ഗെറ്റ് കോൾഡ് ഫീറ്റ് എന്നാണ് ഫോൾട്ടർ എന്ന വാക്കിൻ്റെ അർത്ഥം. ഓക്കെ, ക്ലിയർ? The robust reason behind his success was his upbeat attitude. Okay, all right. The train derailed, which led to the death of many passengers. An upbeat person can make his life joyful. Okay. Recently, Kanpur Metro network was flagged off. ആ ഫ്ലാഗ് ഓഫ് എന്നതിൻ്റെ അർത്ഥം എന്താ? സ്റ്റാർട്ട് ചെയ്തു, ഇനിഷ്യേറ്റ് ചെയ്യുന്നതിൻ്റെ അർത്ഥം അല്ലേ? ഇവിടെ ഫ്ലാഗിൻ്റെ അർത്ഥം നോക്കിക്കേ, വേറെ അർത്ഥം. മറ്റേ ഫ്ലാഗിൻ്റെ അർത്ഥം വേറെയാണ്. ഫ്രൈസൽ വേർബ് വരുമ്പോൾ വേറെ മീനിങ് വരെ. സിജി ഒന്ന് ശ്രദ്ധിച്ചോണേ. ബട്ട് യു യൂസ് ഇൻ എ വെരി അപ്രോപ്രിയേറ്റ് വേ, അതുകൊണ്ട് കുഴപ്പമില്ല. മെനി ഗവൺമെന്റ് പ്രോജക്ട്സ് ആർ ഡിറെയിൽ ഡ്യൂ ടു ദ ഇൻസഫിഷ്യൻറ്റ് എമൗണ്ട് ഓഫ് മണി. ഓക്കെ, ഹർ അപ്ബീറ്റ് പെർഫോമൻസ് ക്ലിയർലി ഷോഡ് ഹർ പ്രീ എമിനൻസ് ഓവർ ദ ഒപ്പണന്റ്. ഓക്കെ മാം, ഓക്കെ പർച്ചേസ് ചെയ്തു, ഇൻക്ലൂഡിംഗ് ഡിസ്ക്രിപ്റ്റീവ് ക്ലാസ്സസ്, റൈറ്റ്? അതെ. ഷുഡ് ഐ ബൈ ദ ന്യൂ കോഴ്സ് ഓർ വിൽ യു കവർ ദ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ? ഗൗരി, നമ്മൾ HCAയുടെ സെക്കൻഡ് ബാച്ചിൻ്റെ ക്ലാസ് കഴിഞ്ഞു, അവിടെ ഡിസ്ക്രിപ്റ്റീവും കഴിഞ്ഞു. ഗൗരി റെക്കോർഡഡ് വീഡിയോ കാണുന്ന ആളാണോ? ലൈവ് ക്ലാസ് കാണുന്ന കുട്ടിയാണെങ്കിൽ ഇത് ഓർമ്മ ഉണ്ടാവുമായിരിക്കും. നമ്മൾ കോഴ്സ് ഫസ്റ്റ് ബാച്ചിൻ്റെ ക്ലാസ് കഴിഞ്ഞു, സെക്കൻഡ് ബാച്ചിൻ്റെ ക്ലാസ് കഴിഞ്ഞു, തേർഡ് ബാച്ചിൻ്റെ കഴിഞ്ഞു, ഫോർത്ത് ബാച്ചിൻ്റെ കഴിഞ്ഞു, ഫിഫ്ത്ത് ബാച്ചിൻ്റെ കഴിഞ്ഞു. 5 ബാച്ചിൻ്റെയും ഡിസ്ക്രിപ്റ്റീവ് അടക്കം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു. ഇനി എനിക്കൊന്ന് റീമ മിസ് ഒരു ക്ലാസ് നിങ്ങൾക്ക് റീഡിംഗ് കോംപ്രിഹെൻഷൻ കൂടെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേ ഉള്ളൂ നിങ്ങൾക്ക്. ഇനി ബാക്കി എല്ലാം കവർ ചെയ്താണ്. അത് അഡീഷണൽ ഒരു ക്ലാസ് മിസ് തരാമെന്ന് പറഞ്ഞാണ്. അല്ലാതെ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ഒക്കെ കഴിഞ്ഞാണ്. റെക്കോർഡ് വീഡിയോ കാണുന്ന കുട്ടിയാണെങ്കിൽ ഓർത്താൽ മതി. ഇപ്പോഴത്തെ ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് കോഴ്സ്. ഡിസ്ക്രിപ്റ്റീവ് പഠിക്കാൻ കുറച്ച് ടഫ് ഉള്ളവർക്ക്, നമ്മുടെ ഓരോരുത്തരുടെ ലെവൽ ഡിഫറെൻ്റ് അല്ലേ, അതുകൊണ്ട് നമ്മൾ ഡിസ്ക്രിപ്റ്റീവിന് സെപ്പറേറ്റ് പാക്കേജ് എടുക്കുകയാണ്. യു നോ ഹൗ ഇമ്പോർട്ടൻറ്റ് ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷ് അല്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ ഗൗരിക്ക് തോന്നുവാണെങ്കിൽ എനിക്ക് അഡീഷണൽ അസിസ്റ്റൻസ് വേണമെന്ന് തോന്നുവാണെങ്കിൽ ഗൗരിക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാം. ഒരു നിർബന്ധമില്ല ജോയിൻ ചെയ്യണം കേട്ടോ. നമ്മുടെ കോഴ്സ് എടുത്ത ഓരോ കുട്ടികളും വീണ്ടും അത് ജോയിൻ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ. ഓക്കെ, അടുത്ത് നോക്കാം. ഇറ്റ് വാസ് ഹെർ അപ്ബീറ്റ് നേച്ചർ ആൻഡ് പെർസിവറൻസ്. കണ്ടോ അഗ്ന, ആൻഡ് ഷോർട്ട് ഫോം എഴുതരുതേ. പെർസിവറൻസ് ദാറ്റ് കൾമിറ്റഡ് ഹെർ ഇൻ സക്സസ്. ഓക്കെ, പേടിഎം ലിങ്ക് കിട്ടിയില്ല തന്നെ, ഇപ്പം തരാം. ധന്യ ഓൾറെഡി നമ്മുടെ ഫസ്റ്റ് ഹൈക്കോർട്ട് അപ്പോൾ 999 പാക്കേജ് എടുത്ത ആളാണോ എങ്കിൽ തരാം. അല്ലാതെ പാക്കേജ് എടുക്കാത്ത ആൾക്കാർ ചുമ്മാ എടുത്ത് പൈസ കളയരുത് കേട്ടോ. അത് ഞാൻ പിന്നെയും പറയാണ്, നിങ്ങൾ ഓൾറെഡി എടുത്തവരാണ്. നമ്മുടെ ഈ 999 പാക്കേജ് എടുത്തു, ഡിസ്ക്രിപ്റ്റീവിൻ്റെ തന്നെ പാക്കേജ് എടുത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഈ പേടിഎം ലിങ്ക് ഉപയോഗിച്ച ഗുണമുണ്ട് കേട്ടോ തന്നെയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ പേടിഎം ലിങ്ക്. ഇതാ ഷി വാസ് അതാണെങ്കിൽ 499 ഈ പറയുന്ന ഡിസ്ക്രിപ്റ്റീവ് വീണ്ടും കിട്ടും. അതിൻ്റെ അസസ്മെൻറ്റോട് കൂടി അതിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ പ്രീമിയം പാക്കിൻ്റെ ആളാണ്. അപ്പോൾ തന്നെ എന്താവും, പ്രീമിയം പാക്കിൻ്റെ സ്റ്റുഡൻ്റായി മാറും കേട്ടോ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അടുത്ത എന്തായി? ഷി വാസ് ഹാർട്ടനിങ് IPS റോ മെറ്റീരിയൽ ഇൻ 1992 ബാച്ച്. ഹോൾ റൈറ്റ്. ഓക്കെ. For a robust economic recovery, the government compelled to implement vigorous policies. Okay, her fragile attitude made everyone upset in the family. Okay, one's naive character will tellingly make one fragile. Okay, will definitely. Okay, all right, clear. അതുകൊണ്ടാണ് കേട്ടോ ഗൗരി, നമ്മൾ കഴിഞ്ഞു കേട്ടോ, പേടിക്കേണ്ട, ധൈര്യമായിട്ടിരുന്നോ. അപ്പോൾ മനസ്സിലാവും, കാണുമ്പോൾ മനസ്സിലാവും. ഹാർട്ടനിങ് തോട്ട് ഓഫ് ദിസ് ഇയർ
is we will be safe from COVID-19 tellingly. Definitely. All right. Okay. Perseverance drove several farmers' organization to derail centers' assertive move to farm legislation. Okay. The rollout of vaccines for adolescent tellingly widen the protective net. Okay. The lifespan of modern electrical vehicles is up to 5 years. Great. അപ്പോൾ നമ്മൾ 94 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ ആർട്ടിക്കിളിലോട്ട് പോവാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേ. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദി ആർട്ടിക്കിളിലോട്ട് പോകാൻ പോവാണ്. അപ്പോൾ അതിനു മുമ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ഇടാൻ മറക്കണ്ട. ആൻഡ് ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട് പീപ്പിൾ. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് അവർ ആർട്ടിക്കിളിലോട്ട് പോവാം. ആർട്ടിക്കിൾ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാം നമുക്കിപ്പോൾ. ഓക്കെ. മോർണിംഗ് ഇംഗ്ലീഷ് ക്ലാസ് അല്ലല്ലോ, എൻ്റെ ക്ലാസ് അല്ല ഇന്ന്. മോർണിംഗ് എൻ്റെ ക്ലാസ് അല്ല കേട്ടോ. എൻ്റെ ക്ലാസ് ഇന്ന് രാവിലെ ഇല്ല കേട്ടോ. സാധ്യം റിമമിസിൻ്റെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. സ്റ്റഡി പ്ലാൻ നോക്കണേ, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഓക്കെ. ദ ഫാമേഴ്സ് വേർ ഹാർട്ടൻഡ് അല്ല രമ്യ, ആ വേർ WERE വേർ അല്ലേ? WHERE വേർ എന്ന് പറഞ്ഞാൽ അവിടെ, എവിടെ എന്നുള്ള അർത്ഥം. അപ്പോൾ അവിടെ WERE വേർ ഹാർട്ടൻഡ് വിത്ത് ദി ന്യൂ സ്കീം ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദി ഗവൺമെന്റ്. ഓക്കെ. All right. Yes. So let's start with the article. Record videos. Can you help me? Sunday ആണോ കോഴ്സ് പർച്ചേസ് ചെയ്തത്? അപ്പോൾ കിഷോർ പേടിക്കണ്ട. കിഷോർ എന്തുകൊണ്ടെന്ന് വെച്ചാൽ സൺഡേ ആകുമ്പോൾ റെക്കോർഡ് വീഡിയോ, കഴിഞ്ഞ ദിവസത്തെ റെക്കോർഡ് വീഡിയോ വരാൻ ഒരു ചെറിയ ഇത് വരും. ടെക്നിക്കൽ ഡിഫിക്കൽട്ടി വരുമായിരിക്കും. കാര്യം നമ്മുടെ ടെക്നിക്കൽ ടീം സൺഡേസിലും ലീവാണ്, അതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ കിട്ടും. ഓക്കെ. ഇല്ലെങ്കിൽ കിഷോറിന് എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഇത് ചെയ്ത് നോക്കുക, ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക. ആപ്പ് അല്ലെങ്കിൽ വെബ്സൈറ്റ് ആണെങ്കിൽ ക്യാഷ് ക്ലിയർ ചെയ്യുക, ഹിസ്റ്ററി ക്ലിയർ ചെയ്യുക, എന്നിട്ട് ഒന്നുകൂടെ കയറി നോക്കുക. ഇനി അത് ലോഗ് ഔട്ട് ചെയ്തിട്ട് ഒന്നുകൂടെ കയറി നോക്കുക. അപ്പോൾ കിട്ടുമായിരിക്കും. ഇനി കിട്ടിയില്ലെങ്കിൽ ഞാൻ സപ്പോർട്ട് ഐ ഡി നമ്മുടെ സപ്പോർട്ട് ഐ ഡിയിൽ വിളിച്ചാൽ മതി. ടെക്നോളജി സീംസ് റോബസ്റ്റ് ഇനഫ് ടു അലോ ഫോർ എ മൾട്ടിപ്ലിസിറ്റി ഓഫ് പെഡഗോഗിക്കൽ ഓപ്ഷൻസ്. ഓക്കെ. ഞാനേ കിഷോറിനിതാ നമ്മുടെ മെയിൽ ഐ ഡി തരാം. ഓക്കെ. യാ, kerala.support@adat247.com. ഇതാണ് കേട്ടോ നമ്മുടെ മെയിൽ ഐ ഡി. ഇവരുടെ നമ്മുടെ ടെക്നിക്കൽ ഡിഫിക്കൽറ്റി ഉണ്ടെങ്കിൽ അവിടെ ചോദിച്ചാൽ മതി, അവർ തരും. പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇതാണ് നമ്മുടെ ഐ ഡി കേട്ടോ. ഒന്ന് നോക്കിയേ, kerala.support@adat247.com. എന്തെങ്കിലും ടെക്നിക്കൽ ഡിഫിക്കൽറ്റി ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി, അവർ ചെയ്ത് തരും. ഓക്കെ. ഓൾ റൈറ്റ്, ലെറ്റ്സ് മൂവ് ടു ദ ആർട്ടിക്കിൾ. അപ്പോൾ ആർട്ടിക്കിൾ ഇതാണ്. നമ്മുടെ ആർട്ടിക്കിൾ ഇന്ന് അൺചേഞ്ച്ഡ് ആണ്. എന്താണ് അൺചേഞ്ച്ഡ് നമുക്ക് നോക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിരുന്നു. ഏത് മെസ്സേജാ ധന്യ? ഐ വാച്ച് യു ക്ലാസ് ഇൻ യൂട്യൂബ്. എന്ത് മെസ്സേജ് കിട്ടാനാ ധന്യ ചോദിച്ചേ? ധന്യ പെയ്ഡ് ക്ലാസ്സിലെ സ്റ്റുഡൻ്റ് അല്ലേ? നമ്മൾ ഗ്രൂപ്പിലോട്ട് പെയ്ഡ് ക്ലാസ്സിലോട്ട് നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഗ്രൂപ്പ് ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യും. അതുകൊണ്ട് പേടിക്കണ്ട, നമ്മളത് കമ്മ്യൂണിക്കേഷനൊക്കെ സെറ്റ് ആവും. അത് പേടിക്കണ്ട കേട്ടോ. ഓക്കെ. സോ അൺചേഞ്ച്ഡ്. ആഫ്റ്റർ മച്ച് ലോസ് ഓഫ് ടൈം, SC allows EWS quota income norm to stay for this year. അപ്പോൾ ഒരുപാട് സമയത്തിന് ശേഷം, സമയം കളഞ്ഞതിന് ശേഷം, സമയം അല്ലേ, ആഫ്റ്റർ മച്ച് ലോസ് ഓഫ് ടൈം, ഒരുപാട് സമയം കളഞ്ഞതിന് ശേഷം സുപ്രീം കോർട്ട് അലൗ ചെയ്തു EWS കോട്ട അല്ലേ, അത് നമ്മുടെ EWS കോട്ട ഇൻകം നോം ഈ വർഷത്തേക്ക് അതുപോലെ തന്നെ നിൽക്കട്ടെ. മാറ്റം പറഞ്ഞ മാറ്റമില്ല, 8 ലക്ഷത്തിൻ്റെ മാറ്റം അതിപ്പോൾ തൽക്കാലത്തേക്ക് പ്രാബല്യത്തിൽ വരുന്നില്ല എന്ന് പറഞ്ഞു. So let's see. It's a matter of considerable relief that Supreme Court has allowed the commencement of counselling for postgraduate medical admissions under the All India quota at a time when the long delay has caused a shortage of junior residents in the midst of an ongoing public health crisis. The court's decision to uphold the 27% quota for OBCs, with reasons to be adduced later, has also helped the cause of giving a push to the admission process, which was put on hold. ഓക്കെ. അപ്പോൾ ഇവിടെ പറഞ്ഞതാണ്, ശരിക്കും പറഞ്ഞാൽ വലിയൊരു സമാധാനത്തിൻ്റെ ഒരു കാര്യം, ഒരു സമാധാനമായി അല്ലേ, എല്ലാവർക്കും ഒരു സമാധാനമായി, ഒരു റിലീഫായി, കൺസിഡറബിൾ ആവശ്യത്തിന് റിലീഫായി. എപ്പോഴാണ് സുപ്രീം കോർട്ട് അലോ ചെയ്തു ബിഗിനിങ് ഓഫ് കൗൺസിലിംഗ്. ഓക്കെ, പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ അഡ്മിഷൻസിന്റെ കൗൺസിലിംഗ് തുടങ്ങിക്കോ, സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള അലോ ചെയ്തു, അതിനുള്ള അപ്രൂവൽ തന്നു. അതായത് ഓൾ ഇന്ത്യ കോട്ടയുടെ ഭാഗമായിട്ട്. കാരണം എന്താ വെച്ചാൽ ഈ ഒരു സമയത്ത് ഈ ജൂനിയർ റെസിഡൻസ് ഇല്ലാണ്ടിരിക്കുക. ഈ ഒരു സമയത്ത് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ഓൺ ഗോയിങ് പബ്ലിക് ഹെൽത്ത് ക്രൈസിസ്, പാൻഡമിക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ജൂനിയർ റെസിഡൻസ് ഇല്ല, ആവശ്യത്തിന് മെഡിക്കൽ നമുക്ക് ഫെസിലിറ്റി ഇല്ല, അതുപോലെ മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഇല്ല, മെഡിക്കൽ ആയിട്ടുള്ള അസിസ്റ്റൻസിനുള്ള ആൾക്കാരില്ല, ഡോക്ടേഴ്സ് നഴ്സസ് ഇല്ല. കാര്യം ബാക്കിയുള്ളവർക്കൊക്കെ കോവിഡ് വരുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമല്ലേ. ആ ഒരു സമയത്ത് ഇത് വലിയൊരു റിലീഫാണെന്നാണ് പറയുന്നത്. അപ്പോൾ കോർട്ടിന്റെ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, 27% കോട്ട ഫോർ ഒബിസിനെ അപ്ഹോൾഡ് ചെയ്യാം. ദിസ്
decision to uphold 27% quota for OBCs with reason to be adduced later. അത് അങ്ങനെയുള്ളത് കോർട്ടിന്റെ ഡിസിഷൻ ഇതായിരുന്നു, 27% ഓഫ് കോട്ട OBCക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, അപ്ഹോൾഡ് ചെയ്യുകയാണ്. തൽക്കാലത്തേക്കൊന്ന് അപ്ഹോൾഡ് ചെയ്യുക, മുറുകെ പിടിക്കുക. അത് എന്തുകൊണ്ടെന്നുള്ളത് റീസണൊക്കെ പിന്നെ മെൻഷൻ ചെയ്യും ലേറ്റർ കേട്ടോ. അത് അഡ്യൂസ് ചെയ്യും, അത് മെൻഷൻ ചെയ്യും, ഇപ്പോഴല്ല പിന്നീട്. ടു ബി മെൻഷൻഡ് ലേറ്റർ ഹാസ് ഓൾസോ, അതും ഹെൽപ്പ് ചെയ്തു ടു ഗിവ് എ പുഷ് ടു ദ അഡ്മിഷൻ പ്രോസസ്. അഡ്മിഷൻ പ്രോസസ്സിന് ഒരു പുഷ് കൊടുക്കുകയാണ്, ഒരു കൈ കൊടുക്കുകയാണ്. ഒന്ന് ഗിവ് എ പുഷ് എന്ന് പറഞ്ഞാൽ രണ്ട് മീനിങ് ഉണ്ട്. ഇഡിയമാറ്റിക് എക്സ്പ്രഷൻ ആണ് ഗിവ് എ പുഷ് എന്ന് പറഞ്ഞാൽ ക്യാൻസൽ ചെയ്യുക, ഒരാളെ ഫയർ ചെയ്യുക എന്നൊരു അർത്ഥമുണ്ട്. പക്ഷെ ഇവിടെ ഗിവ് എ പുഷ് എന്ന് പറഞ്ഞ അർത്ഥം എന്നാണ്, ഒന്ന് എന്ത് ചെയ്യണം, ഒന്ന് പ്രോത്സാഹിപ്പിക്കണം, എൻകറേജ് അല്ലെ, ബൂസ്റ്റ് എന്നർത്ഥം. ബൂസ്റ്റ് ടു ദി അഡ്മിഷൻ പ്രോസസ് which was put on hold months ago. കുറേ മാസങ്ങളായി ഇപ്പോൾ ഹോൾഡ് വെച്ചേക്കുമായിരുന്നു, കുറച്ച് നാളത്തേക്കൊന്ന് വെയിറ്റ് ചെയ്ത് ഹോൾഡ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. അതിനെ ഡിസിഷൻ പിന്നെ ആക്കാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അതിനൊരു വിരാമമായി. It is somewhat disappointing that despite several hearings and the deployment of an expert committee, the controversial criteria for the 10% economically weaker sessions EWS remain unchanged for admission for 2021-2022. As early as October 21, the union government offered to put on hold the admission process during the pendency of the challenge to the introduction of OBC and EWS quotas by a July 29, 2021 notification. A month later, it informed the court that it wanted to revisit the criteria for EWS. It was in response to the court's questions about the rationale of keeping the annual income criterion for EWS quota at rupees 8 lakh. അതാണ് ഇവിടുത്തെ കാര്യം. അപ്പോൾ നോക്കാം. അപ്പം കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. എന്താണ്? ഡെസ്പൈറ്റ് സെവറൽ ഹിയറിങ്സ്, ഒരുപാട് ഹിയറിങ്സിന് ശേഷവും ആൻഡ് ഡിപ്ലോയ്മെന്റ്, ഒരു എക്സ്പേർട്ട് കമ്മിറ്റി ഡിപ്ലോയ്മെന്റ് ചെയ്തതിന് ശേഷം, അതായത് ഡിപ്ലോയ്മെന്റിന് ശേഷം ഒന്ന് സെവറൽ ഹിയറിങ്സ് നടന്നു, രണ്ടാമത്തത് ഒരു എക്സ്പേർട്ട് കമ്മിറ്റി നമ്മൾ വെച്ചു. എന്നിട്ടും ഈ കോൺട്രവേഴ്ഷ്യൽ ക്രൈറ്റീരിയ ഫോർ 10% ഓഫ് ഇക്കണോമിക്കലി വീക്കർ സെഷൻസിനെ റിമെയിൻ അൺചേഞ്ച് ആയിട്ട് നിൽക്കുകയാണ്. അത് അൺചേഞ്ച് ആയിട്ട് നിൽക്കുകയാണ് 2021-22. കാര്യം എന്താ വെച്ചാൽ അതൊരു ഡിസപ്പോയിൻറ്റിംഗ് ആയ ഒരു കാര്യമായിട്ടാണ് ഓഥർ പറയുന്നത്. അപ്പോൾ നല്ല കാര്യമാണ് ഈ ഡിസിഷൻ മെയ്ഡ് ചെയ്തെങ്കിലും, പക്ഷേ ഇപ്പോഴും എന്താണ്, ആ 10% ഇക്കണോമിക്കലി വീക്കർ സെഷൻസിന് ആ കാര്യത്തിൽ അൺചേഞ്ച് ആയിട്ട് നിൽക്കുന്നതെന്ന് പറയുന്നത് അതൊരു ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതൊരു ഡിസപ്പോയിൻറ്റിംഗ് ഫാക്ടറാണ് എന്ന് പറയുന്നു. ഒരു ലൂപ്പ് ഹോൾ അവിടെ എടുത്ത് പറയുകയാണ്. ആസ് ഏർലി ആസ് October 25, ഒക്ടോബർ 25 ആകുമ്പോഴേക്കും യൂണിയൻ ഗവൺമെന്റ് ഓഫർ ചെയ്തു എന്ത് ചെയ്യുക, ഈ അഡ്മിഷൻ പ്രോസസ്സിനെ ഒന്ന് October 25 നേരത്തെ 2021 പറഞ്ഞു, ഈ അഡ്മിഷൻ പ്രോസസ്സ് നമുക്കൊന്ന് ഹോൾഡ് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ അത് പെൻഡിങ് ചെയ്തു. അങ്ങനെ OBC EWS കോട്ടയുടെ നോട്ടിഫിക്കേഷൻ വന്നു July 29. അപ്പം മുതൽ 2021 നോട്ടിഫിക്കേഷനിൽ July 29, 2021 നോട്ടിഫിക്കേഷനിലാണ് പറഞ്ഞത് ഇവരുടെ രണ്ടുപേരുടെയും സെയിം എമൗണ്ട് വന്നു. 8 lakh എന്ന ആ ഒരു ക്രൈറ്റീരിയനിൽ രണ്ടുപേർക്കും സെയിം ഇത് വന്നു. OBCക്കും EWSനും ഒരേ കാറ്റഗറൈസേഷൻ, ഒരേ ക്രൈറ്റീരിയൻ കൊണ്ടുവരുന്നു. ഒരു മാസത്തിന് ശേഷം കോർട്ട് ഇൻഫോം ചെയ്തു ഈ ക്രൈറ്റീരിയൻ നമ്മളൊന്ന് റീവിസിറ്റ് ചെയ്യണം, ഇങ്ങനെയല്ല. അപ്പോൾ ഇതിൻ്റെ ഹിസ്റ്ററി പറയുകയാണെങ്കിൽ എങ്ങനെ നടന്നെന്ന് പറയാം. ഒരു മാസത്തിന് ശേഷം കോർട്ട് പറഞ്ഞു വേണ്ട, ഇതൊന്നും നമുക്ക് റീവിസിറ്റ് ചെയ്യണം. കാര്യം എന്താ, ഇത് ശരിയല്ല, ഈക്വലായിട്ട് രണ്ടുപേരും ഒരേപോലെ പാകത്തില്ല. കാരണം അത് രണ്ടിനെ തുലനം ചെയ്യാൻ നമുക്ക് പറ്റില്ല. രണ്ടുപേരും അങ്ങനെ കമ്പയർ ചെയ്ത് ഈക്വലായിട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കോർട്ടിൻ്റെ റെസ്പോൺസിന് ശേഷം നമ്മൾ ചിന്തിക്കുന്നു, കോർട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നു എന്താണ് ഇതിൻ്റെ ലോജിക്ക്, എന്താ റാഷണൽ, ഇതിൻ്റെ ലോജിക്ക് ഇതിലെന്താണ്, എന്തിൻ്റെ സെൻസിലാണ് ഇവർ നമ്മൾ ആനുവൽ ഇൻകം ക്രൈറ്റീരിയ EWSന്റെ അറ്റ് 8 lakh കൊടുക്കുന്നത്. ദ സെയിം ഇൻകം സീലിംഗ് ഫോർ ദ ബിലോങ്ങിങ് ടു ദ OBC കാറ്റഗറി ടു ബി എലിജിബിൾ ഫോർ റിസർവേഷൻ ബെനിഫിറ്റ്സ്. എങ്ങനെയാണ് EWS കാറ്റഗറിയിലുള്ളവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ദോസ് ബിലോങ്ങിങ് ടു OBCക്ക് കൊടുക്കുന്ന അതേ കാറ്റഗറി, അതായത് അതേ ക്രൈറ്റീരിയൻ, കാറ്റഗറിയില്ല അതേ ക്രൈറ്റീരിയൻ 8 ലക്ഷം എന്ന ക്രൈറ്റീരിയൻ ഇവർക്ക് കൊടുക്കാൻ പറ്റുന്നതെന്ന് കോർട്ട് ക്വസ്റ്റ്യൻ ചെയ്തു. ദ ടൈം ടേക്കൺ ബൈ ദ കമ്മിറ്റി ടു റീകൺസിഡർ ദ ക്രൈറ്റീരിയ ആൻഡ് സബ്മിറ്റ് റിപ്പോർട്ട് സീംസ് ടു ഹാവ് ബീൻ ഇൻ വെയിൻ, as it has returned a recommendation that the existing norms be retained for the current year's admissions. അപ്പോൾ എന്ത് ചെയ്തു, അങ്ങനെ കമ്മിറ്റി എടുത്ത സമയം, ഈ ക്രൈറ്റീരിയ ഒന്ന് റീകൺസിഡർ ചെയ്യാൻ വേണ്ടി കമ്മിറ്റി എടുത്ത സമയവും, എന്നിട്ട് അതിനുശേഷം അത്രയും സമയം എടുത്തിരുന്നു കമ്മിറ്റി അല്ലേ, കഷ്ടപ്പെട്ട് അവർ റീകൺസിഡർ ചെയ്യാൻ വേണ്ടി അവരെടുത്ത സമയം എന്ന് പറയുന്നത് ഒന്ന്. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, അവരുടെ റിപ്പോർട്ട് അല്ലെ, അവർ സബ്മിറ്റ് ചെയ്ത ആ റിപ്പോർട്ടും എന്തിലായി, ഇറ്റ് ബിക്കം ഫ്യൂട്ടൈൽ, അതെന്തായി അൺസക്സസ്ഫുൾ ആയി മാറി അല്ലേ. അത് എന്താണ്, സക്സസ് ആയി മാറിയില്ല, ഒരു നല്ലൊരു റിസൾട്ട് കൊണ്ടുവരാൻ പറ്റിയില്ല. ആസ് ഇറ്റ് റിട്ടേൺസ്
റെക്കമെൻഡേഷൻ ദാറ്റ് എക്സിസ്റ്റിംഗ് നോംസ് എങ്ങനെ വന്നു, എങ്ങനെ ഈ ഒരു കോർട്ടിന്റെ റെക്കമെൻഡേഷൻ വന്നു, ഇനി ഇപ്പോൾ തൽക്കാലത്തേക്ക് ഈ കറണ്ട് ഇയറിലെ അഡ്മിഷൻ ഇങ്ങനെ തന്നെ അങ്ങ് പോട്ടെ, റിട്ടൈൻ ചെയ്ത് പോട്ടെ. ആ പുതിയ 8 ലക്ഷത്തിന്റെ കാറ്റഗറി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു വന്നപ്പോൾ ഇവരെടുത്ത എക്സ്പേർട്ട് കമ്മിറ്റി എടുത്ത ടൈമും അവർ സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ടും വെറുതെ ആയി, ഫ്യൂട്ടൈലായി മാറി, ഇൻ വെയിനിലായി മാറി എന്നാണ് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണേ. അപ്പോൾ 2 കാര്യങ്ങൾ അവിടെ വെയിനിലായി മാറി. സോ മൂവിങ് ടു ദ നെക്സ്റ്റ് പാരഗ്രാഫ്. The bench, taking into account the fact that the admission process cannot be further delayed, has chosen to allow the admission to proceed based on the norms spelled out in the July notification. However, the validity of the expert panels, അപ്പോൾ ഈ ബെഞ്ച്, the expert panel ബെഞ്ച്, ഈ ആൾക്കാർ അവരുടെ ബെഞ്ച് പറയുക, അവർ കൺസിഡർ ചെയ്യുകയാണ്, ബിഫോർ മേക്കിംഗ് ഡിസിഷൻ അവർ കൺസിഡർ ചെയ്യുന്നു ദ ഫാക്ട് ദാറ്റ് അഡ്മിഷൻ പ്രോസസ് ഇനിയും ഡിലേ ചെയ്യാൻ പാടില്ല. അതായിരുന്നു നമ്മുടെ ഫാക്ട്. അവർ എന്താണ് കൺസിഡർ ചെയ്യേണ്ട തീരുമാനം എന്തായിരുന്നു? അഡ്മിഷൻ പ്രോസസ്സ് ഇനിയും ഡിലേ ചെയ്യാൻ പറ്റില്ല, കനോട്ട് ബി ഡിലേഡ് ഫർദർ, അതായിരുന്നു പറയുന്നത്. അതുകൊണ്ടാണ് അത് ചോസ് ചെയ്തു. അതുകൊണ്ട് തന്നെ ക്ലിയർ ആയിട്ട് നോംസ് കൃത്യമായിട്ട് പറഞ്ഞു, അഡ്മിഷൻ പ്രോസസ് പ്രൊസീഡ് ചെയ്യട്ടെ ബേസ്ഡ് ഓൺ ദ നോംസ് സ്പെൽഡ് ഔട്ട്, ക്ലിയർലി എക്സ്പ്ലെയിൻ ചെയ്തേക്കുവാണ്. നോംസ് സ്പെൽഡ് ഔട്ട് ഇൻ ജൂലൈ നോട്ടിഫിക്കേഷൻ. ജൂലൈ നോട്ടിഫിക്കേഷനിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് ആ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിരിക്കുന്ന അതേ ഒരു ക്രൈറ്റീരിയൻ അനുസരിച്ച് നോംസ് എന്താണോ സ്പെൽ ചെയ്ത് അതേപോലെ അങ്ങ് പോട്ടെ തൽക്കാലത്തേക്ക്. കാരണം അഡ്മിഷൻ പ്രോസസ് നമുക്ക് ഇനിയും ഡിലേ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതേസമയം ഹവർ എന്നിരുന്നാലും, നോക്കിയേ, ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നതാണ്, നോക്കിയേ ഈ യൂസേജ് കണ്ടോ, നമ്മളെപ്പോഴും കോഹ്സിവ് ഡിവൈസുകൾ കൊണ്ടുവരുന്നുണ്ടോ, ഇതാ however എന്നിരുന്നാലും, അതിന് ഒരു എതിരഭിപ്രായം വരുവാണ്. however എന്നിരുന്നാലും, on the other hand, the validity of the expert panel's recommendation will be decided when the court takes up the matter in March. പക്ഷേ ഇതിന്റെ തീരുമാനം എപ്പോഴാണ് ക്ലിയർ ആവുന്നത്? എക്സ്പേർട്സിന്റെ ഈ തീരുമാനം എപ്പോഴാണ് ക്ലിയർ ആവുന്നത്? ഇത് കോർട്ട് ഇത് എടുക്കുവാണ്. കോർട്ട് വിൽ ടേക്ക് ഇറ്റ് ഇൻ ടു കൺസിഡറേഷൻ. കോർട്ട് ഇതിനെ ഒന്ന് താല്പര്യത്തോടെ എടുക്കുമ്പോൾ, മാറ്റർ ഇൻ ടു കൺസിഡറേഷൻ എടുക്കുന്നു, മാർച്ചിൽ കൈകാര്യം ചെയ്യുമ്പോൾ, അപ്പോഴാണ് റെക്കമെൻഡേഷൻ എപ്പോഴാണ് നമുക്ക് ക്ലിയർ ആണോ എന്ന് വരാൻ പറ്റുന്നത്. ഈ ബെഞ്ച് ഇത്രയും എക്സ്പേർട്ട് കമ്മിറ്റിയുടെ തീരുമാനം അവർ കൺസിഡറേഷനിലോട്ട് എടുക്കുമ്പോൾ, കോർട്ട് ഈ മാറ്റർ എടുക്കുമ്പോഴാണ് അത് റെഡി ആവുന്നത്. ഇറ്റ് മേക്സ് നോ വണ്ടർ, നമുക്കതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പോയിനി. It makes no wonder why the government postponed the counselling and took more than a month to get a panel to revisit the criteria if it was ultimately going to press for current year's admission to be allowed without any change. The court, on its part, felt compelled to defer to the government on this point, considering the urgency of the situation, as the alternative was staying the EWS court for this year's admission. Its original point that there cannot be a common income limit for those coming. നോക്കാം. അപ്പോൾ ഇവിടുത്തെ പറഞ്ഞു വരുന്ന രീതി എന്താ നോക്കാം. അപ്പോൾ നമുക്കതിൽ സംശയിക്കേണ്ട, അല്ലെങ്കിൽ നമുക്ക് ഒരു വണ്ടടിക്കേണ്ട ഒരു കാര്യമില്ല, സർപ്രൈസ് ആവേണ്ട ഒരു കാര്യമില്ല. വൈ, എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ഈ കൗൺസിലിംഗ് പോസ്റ്റ്പോൺ ചെയ്തത് എന്നുള്ളതിൽ നമുക്ക് സംശയിക്കേണ്ട, അല്ലെങ്കിൽ വണ്ടടിക്കേണ്ട കാര്യമൊന്നുമില്ല, അല്ലെ സർപ്രൈസ് ആവേണ്ട കാര്യമൊന്നുമില്ല. 1 മാസത്തിൽ കൂടുതൽ സമയം ഇവരെടുത്തു ഇതിനു വേണ്ടിയിട്ട്. ആൻഡ് ടുക്ക് മോർ ദാൻ 1 month ടൈം. എന്തിനു വേണ്ട? ടു ഗെറ്റ് എ പാനൽ ടു റീവിസിറ്റ് ദ ക്രൈറ്റീരിയ. ഈ ക്രൈറ്റീരിയയെ ഒന്ന് റീവിസിറ്റ് ചെയ്യാൻ വേണ്ടി 1 മാസത്തിൽ കൂടുതൽ സമയം ഇവരെടുത്തു. ഒരു പാനൽ കമ്മിറ്റി കൊണ്ടുവരാൻ വേണ്ടി ഗവൺമെന്റ് എടുത്ത സമയമാണ് 1 മാസത്തിൽ കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് പറ്റി? അങ്ങനെ വന്നുകൊണ്ട് തന്നെ ഒരു പ്രശ്നം വന്നുകൊണ്ട് കോർട്ടിന് എന്ത് പറ്റി? കോർട്ട് ഇതിൽ അലോ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ കറണ്ട് ഉള്ള പോലെ തന്നെ അങ്ങനെ പോട്ടെ, ഒരു മാറ്റം വരുത്തണ്ട ഇപ്പം എന്ന് പറഞ്ഞു. ഉള്ള പോലെ തന്നെയല്ലേ പോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വരാനാണെന്നുള്ളത് ഇതിൽ വലിയ വണ്ടർ ഒന്നുമില്ല, സർപ്രൈസ് ഒന്നുമില്ല. അതുകൊണ്ടാണ് ഇവർ താമസിപ്പിച്ചത് എന്നാണ് ഓദർ പറഞ്ഞു വരുന്നത്. ഓക്കെ, സോ അവിടെ ഒരു ലിറ്റിൽ ക്രിട്ടിക്കൽ അപ്രോച്ച് വരുന്നുണ്ട്, ശ്രദ്ധിക്കാം. പിന്നെ പറയുന്നുണ്ട് കോർട്ട് എന്ത് ചെയ്തു, അതുകൊണ്ട് തന്നെ കോർട്ട് എന്ത് ചെയ്തു, കോർട്ടിന് കമ്പൽ ചെയ്യപ്പെട്ടു. കോർട്ട് ഫെൽറ്റ് കമ്പൽഡ്. കോർട്ടിന് വേറൊരു വഴിയില്ല, ബാക്കിയെല്ലാ വഴികൾ അടഞ്ഞിരിക്കുക. ഇനി പുതിയ ക്രൈറ്റീരിയ കൊണ്ടുവരാൻ, അത് റീവിസിറ്റ് ചെയ്ത് അത് കൃത്യമായിട്ട് നോക്കാതെ ഒരു പോയിന്റിലോട്ട് വന്നാൽ പണി പാളും. അതുകൊണ്ട് കോർട്ടിന് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് കോർട്ട് എന്ത് ചെയ്തു, ഓക്കെ ലെറ്റ്സ് ഡു ഇറ്റ്. ഇനിയിപ്പോൾ നമുക്കിത് ഈ ഒരു സിറ്റുവേഷൻ്റെ അർജൻസിയെ മാനിച്ചുകൊണ്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഉള്ള ഇത് പോട്ടെ, പുതിയ ക്രൈറ്റീരിയ മാറ്റം അതിൽ വരുന്നില്ല. കാരണം എന്താ വെച്ചാൽ ആസ് ദ ഓൾട്ടർനേറ്റീവ് വാസ്, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് എന്താ, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ തൽക്കാലത്തേക്ക് ഉള്ള രീതിയിൽ അങ്ങ് പോവാം. അപ്പോൾ ഇത് എന്ത് ചെയ്തു, ഉള്ള രീതിയിൽ അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ അത് വലിയ പ്രോബ്ലം. ഇറ്റ്സ് ഒറിജിനൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ, കോർട്ടിന്റെ ഒറിജിനൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഒരിക്കലും നമുക്കൊരു കോമൺ ഇൻകം ലിമിറ്റ് കൊടുക്കാൻ പറ്റില്ല. ആർക്ക്? കോമൺ ഇൻകം ലിമിറ്റ് കൊടുക്കാൻ പാടില്ല. ആർക്ക്? ദോസ് കമ്മിങ് ഫ്രം a background of social and economic backwardness and those who are members of privileged classes. നമുക്ക് ഒരിക്കലും സെയിം റിസർവേഷൻ കൊടുക്കാൻ പറ്റില്ല. വളരെ ബാക്ക്വേർഡ് ആയിട്ടുള്ള സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന അതേ ഇത്
പ്രിവിലേജ് മെമ്പേഴ്സിന് കൊടുക്കാൻ പറ്റില്ല, പ്രിവിലേജ് ക്ലാസ്സിൽ വരുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റില്ല, സെയിം ഇൻകം ഇത് കൊടുക്കാൻ പറ്റില്ല. ബട്ട് വിത്ത് ഇൻആഡിക്വേറ്റ് ഇക്കണോമിക് മീൻസ്, അവർ പ്രിവിലേജ് സെക്ഷനിൽ നിന്നാണ് വരുന്നത്, പക്ഷേ ബട്ട് വിത്ത് ഇൻആഡിക്വേറ്റ് ഇക്കണോമിക് മീൻസ്, ആവശ്യത്തിനുള്ള ഇക്കണോമിക് മീൻസ് ഇല്ല എന്ന് പറയുന്നു, സ്റ്റിൽ സ്റ്റാൻഡ്സ്, അത് അവിടെ ഇരിക്കട്ടെ എന്നാണ് ഓതർ പറയുന്നത്. ദ ഔട്ട്കം ഇസ് that this year's batch may suffer from over inclusion. അപ്പോൾ വരാൻ പോകുന്ന റിസൾട്ട് എന്താ വെച്ചാൽ, the outcome is this year's batch may suffer from over inclusion if the norms are revised downwards from next year onwards. While the norms of EWS quota may get tweaked over time, the question whether there ought to be any reservation for the advanced classes solely on the ground that they have insufficient means is still before the constitution bench. An early decision will be most welcome. അപ്പോൾ തീരുമാനം പെട്ടെന്ന് എടുക്കുന്നതാണ് ഏറ്റവും ഉചിതം എന്നാണ് ഓതർ പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഔട്ട്കം വന്ന റിസൾട്ട് എന്താണ്, ഇതിൻ്റെയൊക്കെ റിസൾട്ട് ആയിട്ട് വന്ന എന്താ, ഈ ബാച്ചിൽ, ഇപ്പോൾ ഈ ബാച്ചിൽ നമ്മൾ കൗൺസിലിംഗ് തുടങ്ങാമെന്ന് പറഞ്ഞില്ല, അപ്പോൾ ആ കൗൺസിലിംഗ് തുടങ്ങുന്ന ഈ ബാച്ചിലെ കുട്ടികളെന്ന് വെച്ചാൽ അവിടെ ഓവർ ഇൻക്ലൂഷൻ ആയിരിക്കും, ആൾക്കാർ കൂടുതലായിരിക്കും. ഇഫ് ദ നോംസ് ആർ റിവൈസ് ഡൗൺവേർഡ് ഫ്രം നെക്സ്റ്റ് ഇയർ ഓൺവേർഡ്സ്, അങ്ങനെ അടുത്ത വർഷം ഇത് വരുമ്പോഴാണെങ്കിൽ അപ്പോൾ ഇവിടെ ആയിരിക്കും ഓവർ ഇൻക്ലൂഷൻ വന്ന് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ EWS കോട്ടയെ എടുത്തു നോക്കിക്കേ, EWS കോട്ടയെ എടുത്ത് നോക്കുവാണെങ്കിൽ അതിൽ മോഡിഫിക്കേഷൻ വരുവാണെങ്കിൽ ട്വീക്ഡ് ഓവർ ടൈം, അതായത് അഡ്ജസ്റ്റഡ് അല്ലെങ്കിൽ മോഡിഫൈഡ്, അതിൽ മോഡിഫിക്കേഷൻ വരുന്നു. വെദർ ദ ക്വസ്റ്റ്യൻ, അപ്പോൾ ദ ക്വസ്റ്റ്യൻ വെദർ ദ ഓട്ട് ടു ബി എ റിസർവേഷൻ ഫോർ ദ അഡ്വാൻസ് ക്ലാസ്സസ്. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്, റിസർവേഷൻ ഉണ്ടാവുമോ അഡ്വാൻസ് ക്ലാസ്സസിൽ പെടുന്നവർക്ക്? സോൺലി ഡിപ്പെൻഡ്സ് ഓൺ, അത് എന്തിൻ്റെ ബേസിസിലായിരിക്കും, ഓൺ ദ ഗ്രൗണ്ട് ദാറ്റ് ദേ ഹാവ് ഇൻസഫിഷ്യൻറ്റ് മീൻസ്. അപ്പം ഇനിയുള്ള നമ്മുടെ മുമ്പിലെ ക്വസ്റ്റ്യൻ ഇതാണ്, അവർ വരുന്നത് ചിലപ്പോൾ ഇവിടുന്നായിരിക്കും, ഇവിടുന്ന് EWS എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്സസിൽ പെടുന്നവർ, എഡ്യൂക്കേഷണലി അല്ലെങ്കിൽ പ്രിവിലേജ് ക്ലാസ്സിൽ പെടുന്നവരാണ്, പക്ഷേ അവർക്ക് ഇൻസഫിഷ്യൻറ്റ് മീൻസ് ആണുള്ളത്, അവർക്ക് ആവശ്യത്തിലുള്ള മീൻസ് ഇല്ല, ഇൻകം ഇല്ല. എങ്ങനെയുള്ളവർക്കാണെങ്കിൽ അവരെ നമ്മൾ ഈ കാറ്റഗറൈസേഷനിലോട്ട് കൂടെ ചേർക്കുമോ ഇല്ലയോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഇറ്റ് സ്റ്റിൽ റിമെയിൻസ്, അതിപ്പോഴും റിമെയിൻ ചെയ്യാണ്. വി ഡോണ്ട് നോ വെദർ ഇറ്റ് വുഡ് ബി ടേക്കൺ ഓർ നോട്ട്. അത് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് തീരുമാനിക്കുന്നത് പോലെ ഇരിക്കും. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് എന്താണെന്ന് തീരുമാനിക്കുന്നത്, അടുത്ത ദിവസം തീരുമാനം എടുക്കുമ്പോൾ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് എടുക്കുന്നത് അതുപോലെ എടുക്കും. എനിവേ അത് എത്രയും പെട്ടെന്നാവുന്നു അത്രയും നല്ലത് എന്നാണ് ഓതർ പറയുന്നത്. സോ ഇറ്റ്സ് ലൈക്ക് ക്രിട്ടിക്കൽ ആൻഡ് അനലിറ്റിക്കൽ. അനലൈസ് ചെയ്തിട്ടുണ്ട് ഓതർ, അതുപോലെ തന്നെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട് ഇൻ പോയിന്റിൽ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ആർട്ടിക്കിളിൻ്റെ ടോണ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു അല്ലേ? കുറച്ചുകൂടെ സിമ്പിൾ. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഈ ആർട്ടിക്കിളിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് അറിയാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, സജസ്റ്റിനും ഉണ്ട്, ക്രിട്ടിക്കലും ഉണ്ടല്ലോ, ഇൻ ബിറ്റ്വീൻ അവിടെ കൊടുത്തു. ഗവൺമെൻറ് ക്രിട്ടിസൈസ് ചെയ്തിരുന്നു, ശ്രദ്ധിച്ചായിരുന്നു, അത് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ലിറ്റിൽ ക്രിട്ടിക്കൽ എന്നും പറയാം. ധന്യ, ഇപ്പം ഞാൻ തന്നില്ലേ, ഇപ്പം ഞാൻ തന്ന മെയിൽ ID യാണ് പറഞ്ഞത്, പേടിഎം ലിങ്ക്, ഇപ്പം ഞാൻ തന്ന പേടിഎം ലിങ്കാണ് പറഞ്ഞത്. കണ്ടോ ധന്യ, ഞാനിപ്പോൾ തന്ന പേടിഎം ലിങ്ക് അതാ പറഞ്ഞേ. എന്നെ ശ്രദ്ധിച്ചോ, നമ്മുടെ പേടിഎം ലിങ്ക് ഇതാണ്. ഈ പേടിഎം ലിങ്ക് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? 499 ആണ്. ആദ്യം ഡിസ്ക്രിപ്റ്റീവ് കോഴ്സ് എടുത്ത കുട്ടികൾക്ക് വീണ്ടും സെക്കൻഡ് ബാച്ചിലോട്ട്, ഡിസ്ക്രിപ്റ്റീവ് ബാച്ചിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാനുള്ള പേടിഎം ലിങ്ക് അതാണ്. ഇത് ഇപ്പം തന്നതാണ് കേട്ടോ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ആണോ? ഒരു തംസപ്പ് ഇട്ടേ നമുക്ക് നേരെ പോകാം നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യനിലോട്ട്. ഓക്കെ, പറഞ്ഞേ നമുക്ക് വേഗം പോവാം, അടുത്ത ആർട്ടിക്കിൾ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, എന്നാൽ പിന്നെതാ നേരെ പോകുന്നു ക്വസ്റ്റ്യനിലോട്ട്. സ്പോട്ട് ദെയർ ക്വസ്റ്റ്യൻ കഴിഞ്ഞ ദിവസത്തെ Jan 7th ക്വസ്റ്റ്യൻ ആണ്. മെൽബോൺ ഈസ് ഹിസ് ഫേവറേറ്റ് ഹണ്ടിങ് ഗ്രൗണ്ട് ഹാവിംഗ് വിന്നിംഗ് ആൻഡ് ഓപ്പൺ എറ റെക്കോർഡ് 9 titles there. നോക്കുക, മെൽബോൺ ഈസ് ഹിസ് ഫേവറേറ്റ് ഹണ്ടിങ് ഗ്രൗണ്ട് ഹാവിംഗ് വിന്നിംഗ് ആൻഡ് ഓപ്പൺ എറ റെക്കോർഡ് 9 titles there. ആൻസർ എന്താണ് ഇവിടുത്തെ? ആൻസർ ഓവർ ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞാൽ അതിപ്രസരം. ആൾക്കാർ ഒരുപാട് പേര് ഇൻക്ലൂഡ് ആയി കഴിഞ്ഞാൽ ആൾക്കാർ കൂടുതലാവില്ലേ, അതാണ് ഓവർ ഇൻക്ലൂഷൻ. ആൻസർ പറഞ്ഞോ? എന്തായിരിക്കും ഇവിടുത്തെ ആൻസർ? ഏതായിരിക്കും എറർ?
ഇല്ലേ? വിന്നിങ് ഓൾ ആണോ? അല്ല. ഹാവിങ് വൺ, ഇതെന്തുകൊണ്ടാണ്? നമ്മുടെ പെയ്ഡ് ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അറിയാം. ഹാവിങ് എന്ന് വന്നിട്ട് ഹാവിങ് ഇവിടെ ഉപയോഗിച്ചേക്കുന്ന ഒരു ജെറൻ ഫോമുലേഷൻ ആണ്. ജെറൻ ഫോമുലേഷൻ ഉപയോഗിച്ചിരിക്കുന്നു. പക്ഷേ ഇവിടെ ഉപയോഗിച്ചേക്കുന്നത് എന്തായിട്ടാണ്? ഹാവിങ് വിന്നിങ് ആണോ? അല്ല. ഇവിടെ ഉപയോഗിച്ചേക്കുന്നത് ഒരു പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ ആയിട്ടാണ്. ഓർമ്മയുണ്ടോ? പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ നമ്മൾ പഠിച്ചാണ്. പ്രസന്റ് പാർട്ടിസിപ്പിൾ ഉണ്ട്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉണ്ട്, പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ ഉണ്ട്. പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഹാവിങ് പ്ലസ് V3. ഹാവിങ്ങിൻ്റെ കൂടെ V3 വരുന്നതാണ് പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ. മെൽബൺ ഈസ് ഹിസ് ഫേവറേറ്റ് ഹണ്ടിങ് ഗ്രൗണ്ട്. ഹാവിങ് വൺ ആൻഡ് ഓപ്പൺ, ഹാവിങ് വൺ വിൻ ചെയ്തതിന് ശേഷം ആൻഡ് ഓപ്പൺ എറ 9 ടൈറ്റിൽ. കേട്ടോ, ക്ലാസ്സിൽ ഉള്ളവർക്ക് അറിയാം നമ്മുടെ ക്ലാസ്സിൽ. ഗൗരി കഴിഞ്ഞ ക്ലാസ്സിൽ, എനിക്കൊന്നും കഴിഞ്ഞല്ല, തേഴ്സ്ഡേ ക്ലാസ് ആണോ തേഴ്സ്ഡേ ആണോ അതോ വെനസ്ഡേ ക്ലാസ് ആണോ എന്നറിയില്ല, ഇതിന്റെ ഒരു ആർട്ടിക്കിൾ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു കേട്ടോ. ഓക്കെ, മൂവിങ് ടു ടുഡേസ് ക്വസ്റ്റ്യൻ. ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: അറ്റ് ദാറ്റ് പ്ലേസ് ഇന്ത്യസ് ഇക്കോണമി വുഡ് റീഗെയിൻസ് ഇറ്റ്സ് പ്രീ എമിനൻസ് ആസ് ദ വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് മേജർ എക്കോണമി. അറ്റ് ദാറ്റ് പ്ലേസ് ഇന്ത്യസ് ഇക്കോണമി വുഡ് റീഗെയിൻസ് ഇറ്റ്സ് പ്രീ എമിനൻസ് ആസ് ദ വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് മേജർ എക്കോണമി. അതാണ് ഇന്നത്തെ ഇതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളാം. എന്നിട്ട് ആൻസർ നിങ്ങൾ കോമൻസിൽ, വീഡിയോ കഴിഞ്ഞതിന് ശേഷം കോമൻസ്, ഇവിടെയല്ല വീഡിയോയുടെ കോമന്റ് സെക്ഷനിൽ, വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്തതിന് ശേഷം കോമന്റ് സെക്ഷനിൽ ഇടുക. താങ്ക് യു സോ മച്ച് എവറി വൺ. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു എവറി വൺ ദോസ് ഹു ജോയിൻ മീ ലൈവ്. ഇന്ന് ലൈവിൽ വന്ന എല്ലാവർക്കും താങ്ക് യു ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ. ഇനിയിപ്പോൾ നമ്മുടെ ലൈവിൽ വന്നില്ല, റെക്കോർഡായിട്ട് കാണുന്നവർക്കാണെങ്കിലും താങ്ക് യു സോ മച്ച്. സ്റ്റേ ഇൻ ടച്ച് ആൻഡ് കീപ് വാച്ചിങ്. അപ്പോൾ വീണ്ടും കാണാം. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. കോമന്റ് സെക്ഷനിൽ ആൻസേഴ്സ് പോസ്റ്റ് ചെയ്യുക. സജഷൻസ് ഉണ്ടെങ്കിൽ അറിയിക്കാം, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഷെയർ ഇറ്റ് അമംഗ് യുവർ ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ്, മറ്റ് ആസ്പിരൻസിൽ എല്ലാവരും എത്തിക്കുക. അതുപോലെ അഡ 24/7 ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പിലൂടെ നിങ്ങൾക്ക് ഫ്രീ മോക്ക് ടെസ്റ്റുകൾ, ക്വിസസ് ഒക്കെ ഡെയിലി കിട്ടും. അതുപോലെ വീക്ക്ലി കറണ്ട് അഫയേഴ്സിന്റെ PDF നോട്ട്സ് കിട്ടും. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ലഭ്യമാവും. അതുപോലെ തന്നെ നിങ്ങൾ ഈ ക്വിസസ് ഒക്കെ കളിക്കുമ്പോൾ നിങ്ങൾക്ക് പോയിന്റ്സ് കിട്ടും. ആ പോയിന്റ്സ് ഒക്കെ റിഡീം ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് പിന്നെ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യുമ്പോഴോ ടെസ്റ്റ് സീരീസ് പർച്ചേസ് ചെയ്യുമ്പോഴൊക്കെ വീണ്ടും റിഡക്ഷൻ കിട്ടും. അപ്പോൾ ഇറ്റ്സ് എ വെരി യൂസർ ഫ്രണ്ട്ലി ആപ്പ്. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഉപയോഗിക്കുക. അല്ലാത്തവർക്ക് ada247.com എന്ന വെബ്സൈറ്റിലൂടെ നമ്മൾ ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ഹാവ് എ ഗുഡ് ഡേ, ഗ്രേറ്റ് ഡേ, എൻജോയ് ദ ഡേ, ബട്ട് സ്റ്റേ സേഫ് ആൻഡ് ഹെൽത്തി. ബൈ. നാളെ കാണാം.